വെറും 7 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടും. അതിലൊക്കെ ഒരു വീട് വെക്കാൻ പറ്റുമോ? അതിന് 70 ലക്ഷം രൂപയ്ക്കാണെങ്കിലും 7 കോടി രൂപയ്ക്കാണെങ്കിലും നമുക്ക് വീടുകൾ അതാത് ബഡ്ജറ്റിൽ ഒരു ബഡ്ജറ്റ് നമ്മളൊരു കട്ട് ഓഫ് വെച്ചാൽ ഒരു സ്ട്രെച്ചബിൾ ബഡ്ജറ്റ്. ഞാനിപ്പം അവർ ഒരു പ്രീമിയം ഡിസൈൻസ് എടുത്തിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പണിയാനാണ് നമ്മളെ വിളിക്കുന്നത്. ട്രെൻഡ് ഫോളോ ചെയ്യാൻ പോയിട്ട് പറ്റുന്ന ഒരു അബദ്ധങ്ങൾ. ഇന്റർനെറ്റിൽ നിന്ന് പ്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഒരു റൂം മാത്രം മാറ്റിയിട്ട് വീട് പണി. ആസ് എൻ ആർക്കിടെക്ട് ഡു യു ബിലീവ് ഇൻ വാസ്തു? പക്ഷേ അറിയോട് ചേർന്നിട്ട് 2 ടോയ്ലറ്റ്സ് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീട്ടിൻ്റെതായിട്ടുള്ളൊരു എനർജി പ്രോബ്ലംസ് എന്തൊക്കെയോ ഉള്ളൊരു തോട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ പഴയ കെട്ടിടങ്ങളാണെങ്കിലും പുതിയ കെട്ടിടം പണിയാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ ചെയ്തു കൊടുക്കും. പഴയ ഒരു കെട്ടിടം ഇപ്പോൾ ഒരാൾ ഒരു ബിൽഡിംഗ് മേടിക്കാൻ പോകണമെങ്കിൽ വി ഹാവ് എ സെറ്റ് ഓഫ് ചെക്ക് ലിസ്റ്റ്. ഒരു കെട്ടിടത്തിനകത്ത് എന്തൊക്കെ നോക്കണം. അപ്പോൾ ഈ വീട് വെക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ലോൺ. പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കാൻ പറ്റുക എന്ന് വെച്ചാൽ വീട് അൾട്ടിമേറ്റ്ലി വെച്ച് കഴിയുമ്പം അവൻ ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം. ബിഗിനേഴ്സായിട്ട് വരുന്ന ഒരു ഓൺട്രപ്രണേഴ്സായിട്ട് വരുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യത്തിലുള്ളൂ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുക, അല്ലാതെ നമ്മൾ കോടീശ്വരനാവുക. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ 580 സ്ക്വയർ ഫീറ്റിൽ വെറും 7 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാക്ടറാണ്. ഒന്ന്, 580 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അത്ഭുതപ്പെടും, അതിലൊക്കെ ഒരു വീട് വെക്കാൻ പറ്റുമോ. അതിൻ്റെ കൂടെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 7 ലക്ഷം. അങ്ങനെ നമ്മളെ 2021 അത്ഭുതപ്പെടുത്തിയ ഒരു ആർക്കിടെക്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. യെസ്, നന്ദു കൃഷ്ണ. ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എനിക്കറിയാം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഈ 7 ലക്ഷത്തിൻ്റെ കഥ പറയാറുണ്ടെന്ന്, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ സർപ്രൈസിങ്. കാരണം ഒരു വീട് വെക്കാൻ നമ്മൾ മലയാളികളൊക്കെ എത്ര പൈസ ചിലവാക്കുന്നവരാണെന്നറിയാലോ. അപ്പോൾ പിന്നെ ഈ 7 ലക്ഷം എന്താ പറയുക, എനിക്ക് തോന്നുന്നു എത്ര വർഷം കഴിഞ്ഞാലും എപ്പോഴും എല്ലാവരെയും അമേസ് ചെയ്യിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് വെൽക്കം ടു ദ ഷോ. സുഖാണോ? സുഖമാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അതാണല്ലേ. അപ്പോൾ നമുക്ക് ഈ 7 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ബിക്കോസ് എനിക്ക് തോന്നുന്നു നന്ദുവിൻ്റെ ഒരു ലൈഫിലൊരു ബ്രേക്ക് ത്രൂ കൂടിയായിരുന്നില്ലേ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, എങ്ങനെയാണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാം എന്ന് തോന്നിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ വെക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന കാര്യം? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ബേസിക്കലി ഞാൻ ഒരാൾക്ക് ഒരു ഫാമിലിയിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വീട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റി പ്രൊജക്റ്റായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഒരു 7 lakhs ഈസ് എ മാക്സിമം സ്ട്രെച്ചബിൾ ബഡ്ജറ്റ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് വന്നത്. അപ്പം അന്ന് ക്ലയൻറ്റിനോട് സംസാരിച്ച സമയത്ത് തന്നെ വീട്ടിൽ അച്ഛനും അമ്മയും മകളും ഉള്ള 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം ആ പ്രോപ്പർട്ടിയിൽ എങ്ങനെ ആ ഒരു വീട് ചെയ്യാമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എടുത്തതാണ്. ഞാൻ മകളോട് സംസാരിച്ച സമയത്താണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പല ക്ലയൻസിനോട് സംസാരിക്കുമ്പോഴും എല്ലാവർക്കും ഒരു 2 നില വീടെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ വീട് 2 നിലയായിരിക്കണം, എൻ്റെ വീടിനകത്തൂടെ സ്റ്റെയർ കേസ് വേണം, എനിക്ക് മുകളിലത്തെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ വേണ്ടി പറ്റണം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് പറയും. അപ്പം ഞാനങ്ങനെ ചെറിയ ചെറിയ പ്ലാൻസ് കുറേ ഓപ്ഷൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കി. അപ്പം ഓപ്ഷൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് എനിക്ക് അതിനകത്തൊരു ഓപ്ഷൻ വർക്കബിൾ ആണെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ആ വീടിൻ്റെ ഡിസൈനിങ്ങിലേക്ക് കയറിയത്. അപ്പോൾ അത് ചെയ്ത് ആ ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 2021-22 ഒക്കെ ആയപ്പോഴത്തേക്ക് പല യൂട്യൂബ് ചാനൽസിലും ആ വീടിൻ്റെ വീഡിയോസ് വരാനായിട്ട് തുടങ്ങി. അപ്പം ആൾക്കാർ അതിൻ്റെ പേരിലാണ് കൂടുതൽ ആൾക്കാർ എന്നെ അറിയപ്പെടാൻ തുടങ്ങിയതും കൂടുതൽ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തതും ആ ഒരു ബേസിൽ തന്നെയാണ്. അപ്പം പക്ഷേ നമ്മൾ ബേസിക്കലി 7 ലക്ഷം രൂപ എന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നൊരു കാര്യമാണ്. 7 ലക്ഷം രൂപയ്ക്കും ഒരെണ്ണം ചെയ്യാൻ പറ്റും. അതിന് 70 ലക്ഷം രൂപയ്ക്കാണെങ്കിലും 7 കോടി രൂപയ്ക്കാണെങ്കിലും നമുക്ക് വീടുകൾ അതാത് ബഡ്ജറ്റിൽ ഒരു ബഡ്ജറ്റ് നമ്മളൊരു കട്ട് ഓഫ് വെച്ചാൽ ഒരു സ്ട്രെച്ചബിൾ ബഡ്ജറ്റ്. ഞാനിപ്പം പലപ്പോഴും കസ്റ്റമേഴ്സ് വരുന്ന സമയത്തും അവരോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മാക്സിമം സ്ട്രെച്ചബിൾ ബഡ്ജറ്റ് എത്രയാണ്? ബിക്കോസ് ഇപ്പോൾ 10 ലക്ഷം ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, നമ്മൾ പ്ലാൻ വരച്ച് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ഗോസ് ടു 15 ലക്ഷം പോകും. 15 ലക്ഷം പോകുന്ന സമയത്ത് ക്ലയൻറ്റ് പറയും 10 ഞാൻ പറയുമെന്ന് പറയും. നമ്മൾ വീണ്ടും അത് വരച്ച് 10 ലാക്കുമ്പോൾ ക്ലയൻറ്റ് പറയും 12 ലക്ഷത്തിനാണ് എൻ്റെ ബഡ്ജറ്റ്. സോ അതുകൊണ്ട് ക്ലിയർ പിക്ചർ നമുക്ക് തന്നാൽ ഇപ്പോൾ 12 ആണെന്ന് ആദ്യം തന്നെ ആൾ പറഞ്ഞാൽ 10 നിർത്തി 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വർക്കൗട്ട് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്തു. അതിൻ്റെ കീ ഹാൻഡ് ഓവറിങ് സെറിമണി ആണെങ്കിലും ഹൗസ് വാമിങ് ആണെങ്കിലും ഒക്കെ വളരെ രസകരമായിട്ട് കഴിയും. പിന്നെ ക്ലയൻറ്റ് ഇന്നും ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന എന്ത് സാധനമാണെങ്കിലും
അത് അവർ 100% അക്സെപ്റ്റ് ചെയ്ത് ആ വീട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇനിയുള്ള കാലത്ത് കൂടുതൽ ആൾക്കാരും പുറത്തേക്ക് മൈഗ്രേറ്റ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ ചെറിയ ചെറിയ ബഡ്ജറ്റഡ് ഹോംസ് ആണ് അവർ നാട്ടിൽ ആഗ്രഹിക്കുന്നത്. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ചിലർ ഔട്ട് ഹൗസസ് ചെയ്തു കൊടുക്കാറുണ്ട്, പിന്നെ റിസോർട്ട് പോലത്തെ പ്രൊജക്ട്സ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കോട്ടേജസ് ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ റെപ്ലിക്ക പ്രൊജക്ട്സ് നമ്മൾ ചെയ്തു കൊടുത്തു. ഞാനേ മണ്ടിയാണെന്ന് വിചാരിക്കല്ലേ, പക്ഷേ പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യും. പക്ഷേ സ്ഥലം തീർന്നു പോകത്തില്ലേ? ഞാൻ എപ്പോഴും ഈ ആർക്കിടെക്ട്സിനോടൊക്കെ ചോദിക്കണം എന്ന് ആലോചിക്കുന്നതാണ്. ഇത്രയും വീടുകൾ, ഇത്രയും മനുഷ്യർ, ഇത്രയും പോപ്പുലേഷൻ, സ്ഥലം തീർന്നു പോകത്തില്ല. ഇത് ഞാൻ ഇങ്ങനെ ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 സെന്റ് അല്ലേ ഈ 580 അല്ല, അതൊരു 5 സെന്റോളം ഉണ്ട്. പ്രോപ്പർട്ടി ഉണ്ട്. 1 സെന്റ് താഴെ ചെയ്തത് ഒരു ഔട്ട് ഹൗസ് പ്രൊജക്റ്റ് ആയിരുന്നു. ഓക്കെ. എനിക്ക് സോറി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മണ്ടിയാണ്, മാത്സിൽ അത്ര വശമില്ല. അല്ല, ഈ 1 സെന്റിലോ അല്ലെ 2 സെന്റിലോ 3 സെന്റിലോ ഒക്കെ അല്ലേ ഇനിയും വീടുകൾ ഭാവിയിൽ വീടായിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ ഫ്ലാറ്റ്സിലേക്കൊക്കെ ആളുകൾ മാറില്ലേ? കാരണം സ്ഥലം തീർന്നുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കും, എല്ലാ പോപ്പുലേഷൻ കൂടുന്നു. ഇപ്പം മൈഗ്രേഷൻ നടന്നാലും സ്റ്റിൽ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകുടുംബം ആകുമ്പം ഒരു വീടായിരിക്കും അല്ലേ? പക്ഷെ ഇപ്പം എത്ര കുട്ടികളുണ്ടോ അവർക്ക് വീട് കാണും, അവരുടെ കുട്ടികൾക്ക് വീട് കാണും, അങ്ങനെ എങ്ങനെയല്ലേ പോകുന്നത്? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുള്ളത്. അപ്പം ഞാൻ ആകപ്പാട് ഈ പറഞ്ഞ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വെച്ചാലേ, ഞാൻ ഫ്ലൈറ്റിൽ അങ്ങനെ ഫ്രീക്വന്റ് ഫ്ലൈയർ ഒന്നും അല്ല. ഇപ്പോൾ ബാംഗ്ലൂർ പോവാ, ചെന്നൈ പോവാ, അങ്ങനത്തൊക്കെ ഉള്ളൂ. വിദേശയാത്രകളൊന്നും നടത്തിയിട്ടില്ല. ഓക്കെ, പോകണം. ഈ വർഷമെങ്കിലും എനിക്ക് ദുബൈയിൽ പോകണം. എൻ്റെ പോഡ്കാസ്റ്റിൽ വന്നവരൊക്കെ പോവാത്തവർ പോയിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെ താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എൻ്റെ മെയിൻ ഹോബി ഞാൻ പറയാം. എൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ, ആൾക്കാരെല്ലാവരും ചോദിക്കും, നമുക്കിപ്പോൾ ഒരു വർക്ക് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ. എനിക്കും ആദ്യമേ BArch പഠിച്ചു കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് ആരെങ്കിലും ഒരാളൊരു വീടിൻ്റെ വർക്ക് തരുമോ എന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിലൊക്കെ പോയിട്ട്, നാട്ടിലൊക്കെ ഹെഡ് മേസൻസ് എന്ന് പറയും, ഒരു മേശരിയാണ്, പുള്ളിയുടെ കൂടെ കുറേ ലേബേഴ്സാണ്, അവരെയൊക്കെ പോയി കാണും. കണ്ടിട്ട് ഞാൻ അവരോടൊക്കെ ചോദിക്കും, ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ തരുമോ? 2019-20 കാലഘട്ടത്തിലാണ്. അപ്പോൾ അവർ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് വരുമ്പോൾ എല്ലാവരുടെ അടുത്ത് പ്ലാൻ ഉണ്ടോ, മോനെ ഡിസൈനൊക്കെ ആയതാണ്, പണി നടക്കുന്നത്, എന്തെങ്കിലും ഒരു എലമെൻറ്റ് വർക്ക് ചെയ്യാൻ തരുമോ എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, എൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ എർത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഏരിയൽ വ്യൂ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കാക്കനാട് സെർച്ച് ചെയ്യുന്നു. കാക്കനാട് നോക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബേർഡ്സ് ഐ വ്യൂവിൽ നോക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസാണ്. ബിക്കോസ് എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു വർക്ക്, ഒന്നും വേണ്ട, ഒരു വീടിൻ്റെ ചെറുതായിട്ടൊരു ഷോ കേസ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ കിട്ടിയാലും ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ നാട്ടിൽ വർക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടി പ്രൊജക്ട്സ് കിട്ടുന്നില്ല, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് കിട്ടുന്നില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തത് വളരെ രസകരമുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താഴേക്ക് നോക്കിയ സമയത്തേക്ക് അടുത്തുള്ള അഡ്ജസ്റ്റൻ്റുള്ള കുറച്ച് വീടുകൾ. അപ്പോൾ ആ വീടുകളുടെ റൂഫിംഗ് ഷീറ്റ് നോക്കിയപ്പം ഒരിടത്ത് റൂഫിംഗ് ഷീറ്റ് തുരുമ്പടിച്ച് വന്നിരിക്കുന്നു, വേറൊരിടത്ത് റൂഫിംഗ് ഷീറ്റ് പാതി തുരുമ്പായി നിൽക്കുന്നു, ഒരിടത്ത് റൂഫിംഗ് ഷീറ്റിൻ്റെ കോർണറിൽ നമ്മൾ ഈ പാത്തി പോലെ വെക്കുന്ന ഭാഗം മാത്രം തുരുമ്പടിച്ചിരിക്കുന്നു. അപ്പോൾ വേറിട്ട് പോകുന്ന രീതിയിലാണ് ഓരോ വീടുകളുടെ റൂഫിങ്ങിൽ പോലും. അപ്പോൾ തന്നെ മെറ്റീരിയൽസിൻ്റെ പലരും യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോബ്ലംസാണ്. അപ്പോൾ ഈ ഭൂമി തീർന്നു പോകത്തില്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയ എവിടെയാണ് ഒരു ഹബ്ബായിട്ടിരിക്കും. ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ കാക്കനാടിൻ്റെ കേസ് എന്ന് വെച്ചാൽ, കാക്കനാട് ഇപ്പം പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്, ഇപ്പോൾ ലുലുവിൻ്റെ സൈബർ ടവറിൽ തന്നെ ഏകദേശം 30,000-ഓളം ആൾക്കാർക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിമാൻഡും സപ്ലൈയും വരുന്ന ഏരിയാസ് ഉള്ളതുകൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് കൂടുതൽ കൊച്ചിയിൽ വരുന്നത്. ബിക്കോസ് ഇവിടെ ലാൻഡ് ഇല്ല. ഇവിടെ ഫ്ലാറ്റിൽ പണിയാനായിട്ടുള്ള ലാൻഡുകൾ ഉണ്ടെങ്കിൽ അത് പ്രീമിയം റേറ്റിൽ കിട്ടുന്ന പ്ലോട്ട്സ് ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വെർട്ടിക്കലി പോകുന്നത്. എന്നാൽ നാട്ടിൻ പ്രദേശത്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു വീട്, അതിൻ്റെ പുറകെ കുറേ പറമ്പ്, അടുത്ത വീട്. ബിക്കോസ് അവിടെ ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ഇല്ല. ബിക്കോസ് പ്രോപ്പർട്ടി ആർ സ്റ്റിൽ അവൈലബിളാണ്. അപ്പം നാട്ടിൻ പ്രദേശം ഇപ്പം വാഗമണ്ണോ അല്ലെങ്കിൽ മൂന്നാറോ പോലുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ മേടിക്കുന്ന 1 ഏക്കറോ 5 ഏക്കറും 10 ഏക്കറും ഒക്കെ മേടിച്ചിട്ട് നമ്മളെ വിളിക്കും 10 ലക്ഷം രൂപയുടെ 2 കോട്ടേജ്. ഇതാണ് ആവശ്യം. 10 ലക്ഷം രൂപയുടെ 2 കോട്ടേജ് നമുക്ക് പണിതിടാം, നമുക്കൊരു ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാം, Airbnb ആയിട്ട് കൊടുക്കാം. ആൾക്കാർ ഇങ്ങനെ കൺസെപ്റ്റ് വിളിക്കും. അപ്പോൾ 10 ഏക്കറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഇത് എവിടെ 10 ഏക്കറിൽ എവിടെ നമ്മളിത് പൊസിഷൻ ചെയ്യണം? അപ്പോൾ നമ്മൾ ആദ്യം അവരോട് ഈ 10 ഏക്കർ സ്ഥലം എങ്ങനെയുണ്ട്, അത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുമോ സാറേ? അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഈ സൈറ്റ് പോയിട്ട് കണ്ടിട്ട് തീരുമാനം. അപ്പം ഒരുപാട് ഏരിയാസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് അങ്ങനെ അവൈലബിൾ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഏരിയയിൽ എന്ന് വെച്ചാൽ കോറായിട്ട് ഇപ്പം കൊച്ചിയിൽ കാക്കനാട് പോലുള്ളത്തെ ഏരിയകളിൽ, അല്ലെങ്കിൽ ഇപ്പം കാലിക്കറ്റ് സെൻട്രൽ പോർഷൻസ് വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അല്ല തിരുവനന്തപുരം ഇപ്പം ടെക്നോ പാർക്കിനടുത്ത്, കൊച്ചിയിൽ ഇൻഫോ പാർക്കിനടുത്ത്, കാലിക്കറ്റ് സൈബർ പാർക്കിനടുത്ത് എന്നൊക്കെയുള്ള പോർഷൻസാണ് കൂടുതൽ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് വരുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കി ആലപ്പുഴ ജില്ലയിൽ, എനിക്കൊന്നും ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ ഒരു അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും അങ്ങനെ അധികമായിട്ടില്ല.
അതെ. അപ്പം കൊച്ചിയിലുണ്ട്, പിന്നെ തൃശ്ശൂരുണ്ട്, അങ്ങോട്ടുണ്ട്. എന്നാൽ കായംകുളം ഭാഗത്തേക്ക് അവിടെ ഒന്നും അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ഹൈ റൈസ് ബിൽഡിങ്സ് ബിക്കോസ് പ്രോപ്പർട്ടീസ് അവൈലബിൾ അവിടെ. എൻ്റെ നാട് കായംകുളം ആയതുകൊണ്ട് കേട്ടോ, മുതുകുളം ആയതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. സ്ഥിരം കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും അവിടുത്തെ ഒരു പ്രൊജക്റ്റ് അല്ലെ അവിടെയൊക്കെ ഒരു അപ്പാർട്ട്മെന്റ് പണിത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് പണിതു എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആരും അവിടെ ഉള്ളവരൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കാനായിട്ട് ചിലപ്പോൾ കൊച്ചിയിൽ ആദ്യം ഫ്ലാറ്റുകൾ വന്നപ്പോൾ കാണിച്ചൊരു റെസിസ്റ്റൻസ് കാണില്ലേ? അതിപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം ഞാനിപ്പം നാട്ടിൽ നിന്ന് തന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വന്ന് അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീടും മുറ്റവും ചെറിയ സ്ഥലം, കുറച്ച് ചെടികൾ നടന്നു, പുറത്തിറങ്ങി രാവിലെ നടക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളൊരു എൻവറോൺമെന്റും ചേഞ്ച് ആണ്. ശരിക്കും ആദ്യത്തെ സമയത്ത് ഞാൻ വിചാരിച്ചു ഇവർ വന്നാൽ പെട്ടെന്ന് അഡ്ജസ്റ്റ്, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പിന്നെ അതേപോലെയല്ല നമ്മുടെ ട്രാവൽ ഷെഡ്യൂളും ബാധിക്കും. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് ഇന്ന ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ എന്നുള്ളത് കാണിച്ചു കൊടുത്താൽ അവർ ഓക്കെ ആവും. അല്ലാത്ത കേസിൽ ഭയങ്കര പാടായിരിക്കും. ഈ എന്താ പറയുക, ഫുഡ് ഇൻസ്പെക്ടേഴ്സും പോലീസുകാരും ഒക്കെ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ക്രൈം നോക്കുക അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി അവർ നോക്കി പോരണം. അതുപോലെയാണോ ഈ ആർക്കിടെക്ട് നേരത്തെ നന്ദു പറഞ്ഞപ്പം തോന്നി ഞാനിങ്ങനെ അപ്പാർട്ട്മെൻറ്റ് താഴോട്ട് നോക്കിയപ്പോൾ ഒരു റൂഫ് പണിയാനുണ്ടായിരുന്നു, മറ്റേ അങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? അത് ബേസിക്കലി ലൈക്ക് അത് ഓർഗാനിക്കായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ വരാറുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നമ്മളിപ്പം ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം സിനിമകൾ കാണുന്ന സമയത്ത് മൂവിയിലെ സെറ്റ് ഡിസൈനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഇത് സെറ്റാ അത് പെട്ടെന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഇല്ല. ഇപ്പം നമ്മൾ അതിങ്ങനെ റീഡ് ചെയ്യാനിരിക്കും, ഇത് സെറ്റല്ലേ, അല്ലെ ഇത് സെറ്റാ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം വരും. പിന്നെ പ്രൊജക്ട്സ് വരുന്ന സമയത്ത് നമ്മൾ സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഒരു സ്പേസ് ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഒന്നും വേണ്ട, ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന വാളിൽ ഒരു നല്ല പെയിൻറ്റിങ് ഹാങ് ചെയ്താൽ മതി, ഒരു വൈറ്റ് കളർ വാളിൽ ഒരു പെയിൻറ്റിങ് ഹാങ് ചെയ്താൽ മതി. അല്ലാതെ അവിടെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നിറയ്ക്കുന്നുണ്ടെന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കാലത്ത് ഭയങ്കര എസ്തെറ്റിക്സിന് പ്രാധാന്യം കൊടുക്കുന്നൊരു കാലഘട്ടമാണല്ലോ, പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റാഗ്രാം യുഗത്തിൽ ജീവിക്കുന്നത്. അപ്പം വീട് പണിയുമ്പോൾ ഈ എസ്തെറ്റിക്സ് ഭയങ്കര പ്രശ്നമാകാറുണ്ടോ? പലപ്പോഴും ഉണ്ട്. ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ ബി ആർക്ക് പഠിക്കുന്ന സമയത്ത് കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫസ്റ്റ് നമ്മൾ മാനുവൽ ഡ്രാഫ്റ്റിംഗ് പഠിക്കുന്നത്. ആദ്യമേ മാനുവൽ ഡ്രാഫ്റ്റിംഗ് പഠിച്ചു. ഫസ്റ്റ് 5 ഇയർ ആണ് ബി ആർ കോഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മാനുവൽ ഡ്രാഫ്റ്റിംഗ്, സെക്കൻഡ് ഇയർ മാനുവൽ ഡ്രാഫ്റ്റിംഗ്, തേർഡ് ഇയർ വരുമ്പോൾ തൊട്ടാണ് സിസ്റ്റം വന്ന് ഓട്ടോ ക്യാഡിലേക്ക് ഡ്രാഫ്റ്റ് പോകുന്നത്. ഫോർത്ത് ഇയർ വരുമ്പോൾ നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് ഒരു ഓഫീസിൽ പോകുന്നു. ഫിഫ്ത്ത് ഇയർ നമ്മൾ തീസിസ് ചെയ്യുന്നു, പാസ് ഔട്ടായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാലും കസ്റ്റമർ ഓൾറെഡി ആ വീടിൻ്റെ ആ റൂമിൻ്റെ ഫോട്ടോ എടുത്ത് ജിമിനിക്ക് കൊടുത്തിട്ട് AI വെച്ചിട്ട് നല്ല അടിപൊളി 3D വെച്ചിട്ടാണ് നമ്മളെ കാണാനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഇനി ഇത് പണിതാൽ മതി, ഇതാര് പണി, ഇത് നിങ്ങൾ പണി, ഇതാണ് എനിക്ക് വേണ്ടത്, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഡിസൈനിങ്ങിനകത്തുനിന്ന് ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി, ആൾക്കാരുടെ എക്സ്പീരിയൻസ്. പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, അവർ ഒരു പ്രീമിയം ഡിസൈൻസ് എടുത്തിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് പണിയാനാണ് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഓരോ സ്പ്ലിറ്റപ്പ് ആയിട്ട് അതിൻ്റെ ബ്രേക്കപ്പ് ആയിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ്. കാരണം ആരും ഇപ്പോൾ വർക്ക് ചെയ്യാൻ തയ്യാറല്ല. പെട്ടെന്ന് തന്നെ കയറി 3Dയിലേക്ക് കയറുക, AI ജനറേറ്റ് ചെയ്യുക. ഇത് ചിലർ പറയും ഞങ്ങൾക്ക് ഇതിൻ്റെ അളവുകളെ പറ്റിയൊന്നും വലിയ ധാരണയില്ല, പക്ഷേ ഞങ്ങൾ ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചതാണ്, ഈ കളർ അടിക്കാൻ പറ്റുമോ, ഈ പെയിൻറ്റ് അടിക്കാൻ പറ്റുമോ എന്നാണ്. ബേസിക്കലി 3Dയിൽ കാണുന്ന സാധനം ഓൺ സൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഓൺ സൈറ്റിലുള്ള 3D അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ അനുസരിച്ചിട്ട് വേണം നമ്മളത് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു 10 feet by 10 feet 100 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമിനകത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ 3D എടുക്കുമ്പോഴത്തേക്ക് ആ റൂം കാണാൻ വേണ്ടി ഒരു സൈഡിലെ വാൾ ഓഫ് ചെയ്തിട്ട് ഇച്ചിരിയും കൂടെ ബാക്കിലോട്ട് മാറ്റി ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ആ 3D വ്യൂ ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റൂമിനകത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഇതല്ലല്ലോ 3D കണ്ടപ്പോൾ, ഈ പ്രപ്പോർഷൻ അല്ലല്ലോ, ഈ വലിപ്പം അല്ലല്ലോ, ഈ സ്കെയിൽ അല്ലല്ലോ എന്ന് പറയും. ഇപ്പോൾ ചിലരെ നമ്മൾ പറയത്തില്ല, ഫോട്ടോയിൽ കണ്ട സമയത്തേക്കുള്ള ഹൈറ്റ് അല്ല, അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഓട്ടോമാറ്റിക്കലി ഇതിനകത്തും കൺസ്ട്രക്ഷനകത്തും വരാറുണ്ട്. പിന്നെ എവ്രി വൺ വാണ്ട്സ് ടു ബി സ്മാർട്ട്, അതിനല്ലേ നമ്മൾ തന്നെ എല്ലാം ചെയ്തു വെച്ചു, ഇനി നിങ്ങളിത് ചെയ്താൽ മതി. പക്ഷേ ശരിക്കും അതാണ് ഈ ആർക്കിടെക്ചറും കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള ജോബ് പൊസിഷൻ്റെ ഡിഫറൻസിയേഷൻ തന്നെ ചിലപ്പോൾ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് മോസ്റ്റ് അൺഓർഗനൈസ്ഡ് സെഗ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് കൺസ്ട്രക്ഷൻ. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കൺസൾട്ടേഷൻ എടുത്ത് ആ ഡോക്ടറെ എടുത്ത് സപ്പോസ് നമ്മൾ അഡ്മിറ്റ് ചെയ്തെന്ന് വെച്ചോ, ആ ഡോക്ടർ ഒബ്സർവേഷനിലായിരിക്കും
നമ്മളിരിക്കുന്നത്. ആ ഡോക്ടർ അവിടെ നിന്ന് NOC എഴുതിയാലാണ്, ഡിസ്ചാർജ് സമ്മറി തന്നാലാണ് നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുക. അതേ ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടർക്ക് വന്നിട്ട് ആ പേഷ്യൻറ്റിനെ പരിശോധിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ആ പേഷ്യൻ്റ് അടിയിലാണ്. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആർക്കിടെക്ട് എന്താണ്, സിവിൽ എഞ്ചിനീയർ എന്താണ്, IT സിവിൽ പഠിച്ചവരെന്താണ്, അതേപോലെ തന്നെ 3D ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ് മാത്രം പഠിച്ചവരെന്താണ് ചെയ്യുന്നത്, പിന്നെ ഇവരുടെ എല്ലാം ഓൺ സൈറ്റുള്ള എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പം ഗൂഗിൾ ജിമിനി അല്ലെങ്കിൽ ഒരു AI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്ന 3Dക്ക് അത് എങ്ങനെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇവിടെ 3D പ്രിൻ്റർ ഒന്നും വന്ന ആൾക്കാർ 3D പ്രിൻ്ററൊക്കെ വെച്ചുള്ള മെഷീൻസ് വെച്ചിട്ട് വീടുകൾ പ്രിൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും ഒരു പോസ്റ്റ് ഓഫീസും ഇവിടെ ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് അത്. പക്ഷെ അതൊന്നും സ്കെയിൽഡ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ട് വന്നിട്ടില്ല. പിന്നെ പ്രോപ്പർലി ആ ഡിസൈൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആരെ കൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആർക്കിടെക്റ്റിൻ്റെ ജോബ് റോൾ എന്താണ്, ആർക്കിടെക്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുമോ, അല്ലെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവൻ ആർക്കിടെക്റ്റ് ആണോ, പിന്നെ ആർക്കിടെക്റ്റ് എന്നുള്ള ടൈറ്റിൽ എവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആർക്കും അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ പല ഫേമുകളുടെയും കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ കൃത്യമായിട്ടുള്ള നോംസ്, ഞങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയാണ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. മെഡിക്കൽ കൗൺസിൽ ഡോക്ടേഴ്സിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ആർക്കിടെക്ചർ കൗൺസിലാണ് ആർക്കിടെക്ട്സിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഡോക്ടേഴ്സിൻ്റെ പേരിന് മുമ്പേ DR വെച്ചേക്കുന്നുണ്ട്, ഞങ്ങളുടെ പേരിന് മുമ്പേ AR. അപ്പോൾ ടൈറ്റിൽ ഡിഗ്രിയാണ്, അഡ്വക്കേറ്റ്സ് IDV വെക്കുന്ന പോലെ തന്നെ. അപ്പം ഈ ടൈറ്റിൽ ഡിഗ്രിയിൽ തന്നെ AR, ഇപ്പം ഞാൻ പലയിടത്തും എന്നെ ഇങ്ങനെ പല പ്രോഗ്രാംസൊക്കെ വിളിക്കുന്ന സമയത്ത് എൻ്റെ പേര് നന്ദു കൃഷ്ണൻ R എന്നാണ്. അപ്പം ARനെ അവർ R എന്ന് എഴുതും, R.നന്ദു കൃഷ്ണൻ R എന്നാണ് മലയാളത്തിൽ. ഞാനും അങ്ങനെ വായിച്ചായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് എനിക്കൊരു ആർക്കിടെക്ട് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് അതല്ല ഇതാന്ന് പിന്നെ ഞാനും തിരിച്ചറിഞ്ഞു. അതാണ് അപ്പം തന്നെ നമുക്ക് ഒരിടത്ത് ചെയ്തിട്ട് ഇപ്പം പറയാൻ വേണ്ടി പറ്റുമോ R എന്താണ്, അല്ല AR എന്നല്ല, ഞാൻ ആർക്കിടെക്റ്റിൻ്റെ AR ആദ്യത്തെ, രണ്ടാമത്തെ ആറാണ് രാധാകൃഷ്ണൻ, അച്ഛൻ്റെ പേരിൻ്റെ R എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അവരാണ് ക്ഷണിച്ചും പോയി ഫുള്ള് പേര് പറഞ്ഞത്. ചിലയിടത്തൊക്കെ മൊമെൻ്റോ ഒക്കെ തരുന്ന സമയത്ത് R നന്ദു കൃഷ്ണൻ R എല്ലായിടത്തും ഉണ്ട് R നിറങ്ങി നിൽക്കുക. ഈ ഒരു സൈറ്റ്, ഒരു വീട് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്, അവിടെ എത്ര സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് കാണും, ഇൻക്ലൂഡിങ് മേസ്തിരികളായിക്കോട്ടെ അല്ലെങ്കിൽ ലൈക്കിനോ എന്ത് എന്നാലും ഏകദേശം ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് എങ്ങനെയാണ് ആർക്കിടെക്റ്റിൻ്റെ റോള് വരുന്നത്, എങ്ങനെയാണ് സിവിൽ എഞ്ചിനീയറിൻ്റെ റോള് വരുന്നത്, എങ്ങനെയാണ് ഒരു ഹെഡ് മേസ്തിരിയുടെ റോള് വരുന്നത്, അതൊന്ന് പറയാമോ? ജസ്റ്റ് ഒരു ബേസിക്കലി ഒരു പ്രോപ്പർട്ടി, നമ്മളിപ്പോൾ ഒരാൾ ഒരു വസ്തു മേടിക്കാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ലെവലിൽ തന്നെ ഒരു 4-5 പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. ഇൻ ദ സെൻസ് കുറേ ആൾക്കാർക്ക് വാസ്തു കൺസ്ട്രെയിൻസ് ഉണ്ട്, വാസ്തു കൺസെപ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വാസ്തു കൺസ്ട്രെയിൻ ആയിട്ടുള്ള അവരുടെ ആഗ്രഹത്തിൽ പ്രകാരമുള്ള ഏത് പ്രൊജക്റ്റ് ആണെന്നുള്ളതാണ് ആദ്യമേ ക്ലയൻറ്റ് ആർക്കിടെക്റ്റിൻ്റെ അടുത്താണ് വന്ന് സംസാരിക്കേണ്ടത്. ഫസ്റ്റ് സംസാരിച്ച് കഴിയുമ്പോഴാണ് ആർക്കിടെക്റ്റ് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് രോഗത്തെ പറ്റി മറച്ചു വെക്കരുത്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ലീഗൽ മാറ്റേഴ്സിനെ പറ്റി മറച്ചു വെക്കരുതെന്ന് പറയുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വീടിൻ്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മളത് ഫുള്ള് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടെടുക്കും. ഇപ്പോൾ ബെഡ്റൂം എന്തൊക്കെയാണ് വേണ്ടത്, എത്ര സ്പേസ് ആണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിൽ വരികയാണെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ക്യാബിൻ്റെ സൈസ് വെച്ചിട്ട് തന്നെ അവർ അതിൻ്റെ വലിപ്പം പറയും. അല്ല അവരുടെ നിലവിലത്തെ ബെഡ്റൂമിൻ്റെ സൈസ് ആൾക്കാർ പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പം റൂമിൻ്റെ സൈസൊക്കെ എന്നൊക്കെ പറയുക 12 അടി 11 അടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്കൊരു 120 സ്ക്വയർ ഫീറ്റ് എൻ്റെ ബെഡ്റൂം വേണം, അല്ലെങ്കിൽ എനിക്ക് 150 സ്ക്വയർ ഫീറ്റ് എൻ്റെ ബെഡ്റൂം വേണം. അപ്പം ഡയമെൻഷൻസിനെ പറ്റിയൊക്കെ ഇച്ചിരിയും കൂടെ ആൾക്കാർക്ക് അവെയറാണ്. അവരങ്ങനെ ഒരു കാര്യം പറയുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് ആദ്യം ഒരു പ്രിലിമിനറി ഒരു കൺസെപ്റ്റ് സ്കെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സൈറ്റിൽ വന്നിട്ട് ബേസിക്കലി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളും കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂളും KPBR-ഉം KMBR-ഉം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ബിൽഡിംഗ് റൂൾസിൻ്റെ നോംസ് പ്രകാരം നമുക്ക് എങ്ങനെ ബിൽഡിംഗ് പണിയാം, എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡിസൈനിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിലേക്ക് പോകുന്ന സമയത്തേക്ക് ആൾക്കാർ ഇപ്പോൾ ചലഞ്ചായിട്ട് നേരിടുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് റീൽസ് ആദ്യമേ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അതിലേക്ക് ഇടും. ഒരെണ്ണം ട്രഡീഷണൽ ആയിരിക്കും, ഒരെണ്ണം കണ്ടംപററി ആയിരിക്കും, ഒരെണ്ണം ട്രോപ്പിക്കൽ ആയിരിക്കും. ഇങ്ങനെ കൺസെപ്റ്റ് മാറും, കളർ തീം മാറും. അപ്പം ഈ ഒരിടത്തെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിച്ചൺ കബോർഡിൻ്റെ ഒരു ഡിസൈൻ എടുത്തായിട്ട് അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം ആക്ച്വലി നോട്ട് അബൌട്ട് ദ പ്ലാനിങ് സ്റ്റേജ്. അൾട്ടിമേറ്റ്ലി എല്ലാ കസ്റ്റമേഴ്സും സംസാരിക്കുന്നത് ഔട്ട്ലുക്ക് എന്തായിരിക്കണം, അതിൻ്റെ സ്കെയില്, അതിൻ്റെ പ്രപ്പോർഷൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. എനിക്ക് റൂം പണിത ലൈറ്റ് ഇട്ടാൽ ഇങ്ങനെ ഇരിക്കണം. അപ്പം സിവിൽ വർക്കിന് ശേഷമാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പം നമ്മളൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു വീടിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡ്രോയിങ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് ഫ്ലോർ പ്ലാൻസ് കാണും, അതിൻ്റെ സെക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആ റൂം പണിത് കഴിയുമ്പോൾ സെക്ഷൻ കട്ട് ചെയ്താൽ മുറിച്ചിട്ട് ഇപ്പം 4 വാളുള്ളിടത്ത് ഒരു വാൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കിയാൽ എന്താ കാണുന്നത്, ഭിത്തി ബ്രിക്കാണ്, ലിൻഡൽ ഏത് ഹൈറ്റാണ്, റൂഫ് സ്ലാബ്, അങ്ങനെ കട്ട് ചെയ്ത് സെക്ഷൻസ് ഡ്രോയിങ് വരും. ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് വരും. ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത്
നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു ലൈറ്റ് കത്തത്തില്ല, അല്ലെങ്കിൽ ഒരു സ്വിച്ച് കത്തത്തില്ല. ഇലക്ട്രീഷ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്വിച്ച് ബോർഡും അഴിച്ചിടും. എന്നിട്ട് ഇങ്ങനെ ഒരു വയർ പിടിച്ച് വലിച്ചിട്ട് ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കും, ഈ വയർ അനങ്ങുന്നത് ഏത് സ്വിച്ചിൽ നിന്ന് വന്നത്. ഇപ്പോൾ അത് ഡ്രോയിങ്ങാണ്. നമുക്കറിയാം ഏത് സ്വിച്ചിൻ്റെ ആണ് ഏത് ലൈനിലേക്ക് വന്നത്. അതിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, പ്ലംബിങ്ങിൻ്റെ ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. പിന്നെ നമ്മൾ ഫ്ലോർ ടൈൽസിൻ്റെ പോലെ, ഇപ്പോൾ 2x2 ടൈലാണോ 4x2 ടൈലാണോ 4x2 ആണോ 2x2 ആണോ ടൈൽസ് ഇടുന്നത്, അതിലും വലിയ സൈസാണോ ടൈൽസ് ഇടുന്നത് വെച്ചാൽ ആ ടൈലിൻ്റെ ഡ്രോയിങ് പ്രകാരം അതിൻ്റെ എല്ലാം ഡിസൈൻ വെച്ചിട്ടുള്ള ഡ്രോയിങ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുക. കൂടാതെ നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ് ചെയ്യും. അത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സാണ് ചെയ്യുന്നത്. അവിടെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇൻവോൾവ്മെൻറ്റ് ഇനിഷ്യലി വരുന്നത് അവിടെയാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് നമ്മളോട് ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ എത്ര കമ്പി കൊടുക്കണം, ബെൽറ്റ് വാർക്കുമ്പോൾ എത്ര കമ്പി കൊടുക്കണം, ലിൻഡലിൽ എത്ര കമ്പി കൊടുക്കണം. ലിൻഡൽ എന്ന് വെച്ചാൽ നമ്മുടെ കട്ടളയുടെ മുകളിൽ വരുന്ന ജനലിൻ്റെ ഷെയ്ഡ് വരുന്നതാണ് ലിൻഡൽ ലെവൽ. അതേപോലെ നമ്മൾ റൂഫ് സ്ലാബിൽ എത്ര കമ്പി കൊടുക്കണം, അതെങ്ങനെ കൊടുക്കണം. ഇപ്പം മുകളിലൊരു 2 നിലയായിട്ട് പണിയുന്നൊരു വീടാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ബാത്റൂമിൻ്റെ ഫ്ലോർ, ഇപ്പം നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലോർ എപ്പോഴും താന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ വാർക്കുന്ന സമയത്ത് തന്നെ സങ്കൻ സ്ലാബ് എന്ന് പറയും. നമ്മൾ ആ മുകളിലത്തെ സ്ലാബ് ആ ബാത്റൂമിൻ്റെ പോർഷൻ മാത്രം താത്ത് വേണം വാർക്കാൻ. ഇതുപോലും ആദ്യമേ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ പല റെനോവേഷൻ സൈറ്റുകളിൽ ചെല്ലുമ്പം പണ്ട് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയും, പക്ഷേ സങ്കൻ സ്ലാബ് കാണാറില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൽ ഒരു പടി മണ്ടയ്ക്കോട്ട് കയറണം. മനസ്സിലായി. ബാത്റൂം പണിയുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ അവർ വീട് പണിത സമയത്ത് അവർ പ്രോപ്പറായിട്ടൊരു ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് ചെയ്തിരുന്നെങ്കിലും പിന്നെ ഭാവിയിൽ ഞങ്ങൾക്ക് 2 റൂം മുകളിലോട്ട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇറ്റ് ഈസ് രജിസ്റ്റേഡ്. അതൊരു ആർക്കിടെക്റ്റിന് മനസ്സിലാവും, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യും. ഇവിടെയാണ് ഫസ്റ്റ് ഒരു ആർക്കിടെക്റ്റിന് വരുന്നത്. അതും കഴിഞ്ഞ് ബജറ്റിങ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അവരുടെ ബജറ്റിനുള്ളിൽ ഡിസൈൻ ചെയ്ത് കഴിയും. ഇത് കഴിയുമ്പോഴാണ് നമുക്കൊരു സിവിൽ എഞ്ചിനീയർ ആവശ്യകത വരുന്നത്. സിവിൽ എഞ്ചിനീയർ വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി സർവേ എടുത്തിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് സിവിൽ എഞ്ചിനീയറാണ് ഇത് ഓൺ സൈറ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ലേബേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ വർക്കുകൾ റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ സൈറ്റിൽ ഇപ്പം ചോദിച്ചോട്ടെ, ഹെഡ് മേസൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൈറ്റിലും ഒരാൾ സീനിയർ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊന്നും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിച്ചു വിടുകയല്ല. ഇവിടെ മേസൻസിനെ ട്രെയിൻ ചെയ്ത് വിടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലില്ല. ലേബറെ ട്രെയിൻ ചെയ്ത് വിടുന്നില്ല. ലേബറായിട്ട് നടക്കുന്ന ആൾ നാളെ മേസനാകുകയാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുടെ അടുത്ത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വെൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരും. ഒരുപാട് പേര് വെൽഡേഴ്സിൻ്റെ ഹെൽപ്പേഴ്സായിട്ട് പോകുന്നുണ്ട്. ഈ ഹെൽപ്പറായിട്ട് പോകുന്നവർ ജസ്റ്റ് വെൽഡിംഗ് റാഡ് കത്തിക്കാൻ അറിയാവുന്നവർ ഇവിടെ വെൽഡറായിട്ട് വിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും കാറ്റൊക്കെ അടിച്ചിട്ട് മണ്ടയ്ക്കത്തെ റൂഫിംഗ് ഷീറ്റ് എല്ലാം കൂടെ ഇറങ്ങി താഴെ വീണിക്കുന്ന വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്നിട്ട് വെൽഡിങ് പണി ചെയ്യുന്നതിനകത്ത് റാഡ് കത്തിക്കാൻ അറിയാവുന്ന എല്ലാവരും വെൽഡേഴ്സ് അല്ല. അതിനുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ ഒരു വെൽഡറായിരുന്നു. പിന്നെയാണ് അച്ഛൻ ഏറ്റവും വെൽഡിങ് ഫോർമാൻ ആയിരുന്നു, വെൽഡിങ് സൂപ്പർവൈസർ ആയിരുന്നു, QC ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അച്ഛനൊക്കെ പോകുന്ന സമയത്ത് ഒരു കമ്പനി പുറത്തേക്ക് ഒരാളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് വെൽഡിങ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് പാസ്സാകുമ്പോൾ എക്സ്റേ വരെ എടുത്ത് നോക്കും. വെൽഡ് ചെയ്തേക്കുന്ന ഭാഗത്തിനകത്ത് ഇത് വെൽഡിങ് കറക്റ്റ് ആണോ, അതിനകത്ത് ക്രാക്ക് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ്. കാരണം അങ്ങനെയുള്ളവരെയാണ് പുറത്തോട്ട് ഇവിടെ നിന്നുള്ള സ്കിൽഡ് ലേബേഴ്സിനെ ഓരോ ട്രാവൽ ഏജൻസീസ് ഒന്ന് ഹയർ ചെയ്തിട്ട് ഏതെങ്കിലും ITI ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഹയർ ചെയ്താണ് കൊണ്ടുവന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്നതും ഇതേപോലെ സ്കിൽഡ് ലേബേഴ്സിനെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു 6-7 വർഷമായിട്ടുള്ള അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് നമുക്കറിയാം. ഇപ്പോൾ ഇന്ന ജില്ലയിൽ, കാരണം അക്രോസ് കേരളയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ വേണം ഒരു സൈറ്റിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല ആരെങ്കിലും വിളിച്ച് പറഞ്ഞു ഒക്കെ ഒരു വെൽഡറുണ്ട്, അയാൾ പോയി പണിയെന്ന് വെച്ചാൽ അയാൾ പണിതേക്കുന്ന എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി വിടാണ് നമ്മളത് രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിലും ഭേദം അങ്ങനെയുള്ള സ്കിൽഡ് ലേബേഴ്സിനെയാണ് നോക്കിയിട്ടാണ് ചെയ്തു പോകുന്നത്. ബിക്കോസ് ഇത് വീടിൻ്റെ കാര്യമല്ലേ നമുക്ക്. അതെ, എല്ലാവരുടെയും ആക്ച്വലി എല്ലാ ആൾക്കാരെ സംബന്ധിച്ചും ഇപ്പം വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പം നമ്മളും ഇപ്പം ഞങ്ങളുടെ വീട് പണിത സമയത്ത് ഇപ്പം അച്ഛൻ പുറത്തായിരുന്നു, ഞാനും അമ്മയും മാത്രമേ സമയത്ത് വീട്ടിലുള്ളൂ. അപ്പം നമ്മളും ഇതേപോലെ പലരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കോൺട്രാക്ട് കൊടുത്തേക്കുന്ന വീടാണ്. അപ്പോൾ അങ്ങനത്തെ പല ഇഷ്യൂസ് അന്ന് തൊട്ടേ കണ്ട് മൈൻഡിലുണ്ട്. പിന്നെ ബേസിക്കലി എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമ്പാദ്യം, ഒരു തവണത്തെ ഒരു സമ്പാദ്യം മുഴുവനായിട്ട് കൂട്ടി വെച്ചിട്ട് അവരത്രയും കെയറിങ്ങിൽ ചെയ്യുന്ന സാധനം. നമ്മളിപ്പം ചിലപ്പം ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാനിപ്പം ഒരു സമയം വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രൊജക്ട്സ് ശാലം കുറച്ചിട്ട് ഇച്ചിരി കൂടി ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിച്ചായിരുന്നു. കാരണം സിസ്റ്റം അങ്ങോട്ട് കറക്റ്റായി ആദ്യമേ വന്നപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റവും ഇറക്കമൊക്കെ വന്ന സമയത്തേക്ക് നമ്മൾ ഒന്നുകൂടെ നിർത്തിയിട്ട് ക്ലയൻറ്റിനെ പിന്നെയും കേൾക്കാനും ക്ലയൻറ്റിനായിട്ട് ഫ്രീക്വൻ്റ്ലി കോൾ ചെയ്യാനും. കാരണം എല്ലാ ക്ലയൻസിനും ഞാൻ തന്നെ സൈറ്റിൽ ചെല്ലണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഇൻവോൾവ് ആണോ, ഞാൻ അറിഞ്ഞിട്ടാണോ അത് ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പുണ്ട്, നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, നമ്മുടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് ചാർട്ട് ചെയ്തിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നമ്മൾ മാക്സിമം ഇപ്പം എന്നാലും പ്രോബ്ലംസ് വരും. ബിക്കോസ് ഇത് പറഞ്ഞല്ലോ, ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് വരുന്ന കാര്യങ്ങളും ചലഞ്ചസും ഫേസ് ചെയ്യുക എന്നുള്ളത് അതൊരു ടാസ്ക് തന്നെയാണ്.
ഈ പൈസയ്ക്കുപരി അങ്ങനെ ഒരു ഇമോഷണൽ വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ വാസ്തുവിൻ്റെ പുറകിലുള്ള സയൻസിനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ഇല്ല, പക്ഷെ വാസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ബിക്കോസ് അത് എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് എന്തോ അങ്ങനെ ആയിരിക്കാം, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ആസ് എൻ ആർക്കിടെക്ട് ഡു യു ബിലീവ് ഇൻ വാസ്തു? ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. കാരണം ഞാനൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലൈൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ വാസ്തു അല്ല ഞങ്ങൾ വാസ്തു നോക്കണ്ട. ക്ലൈൻറ്റ് പറഞ്ഞാൽ പോലും ഓക്കെ ദാറ്റ്സ് ഫൈൻ. കാരണം വാസ്തു കൺസെപ്റ്റ് അല്ലെ വാസ്തു പ്രിൻസിപ്പിൾസ് ബേസിക്കലി ഇത് എയർ സർക്കുലേഷൻ എങ്ങനെയാണ്, ലൈറ്റിംഗ് എങ്ങനെയാണ്, ഈ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എല്ലാ പ്രോപ്പർട്ടി ഇപ്പോൾ ഓരോ പ്രോപ്പർട്ടിയിൽ എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ളൊരു ഓറിയൻറ്റേഷൻ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി കാണുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നിൽക്കും. ഇപ്പം നമ്മളിതൊരു പുതിയൊരു സ്പേസിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാത്ത ഇവിടുത്തെ ചേട്ടനോട് ചോദിക്കുക, ചേട്ടാ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയും ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് വടക്ക്, അല്ല ഇത് തെക്ക്, ഇത് വടക്ക്, ഇങ്ങനെ പുള്ളി പറയും. ശരിക്കും നമ്മൾ കോമ്പസ് എടുത്ത് വെച്ചിട്ട് നോക്കണം. നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് ഏത് സ്ഥലത്താണ് എന്നുള്ള കോമ്പസിനോർത്ത് കാർഡിനൽ ഡയറക്ഷൻസ് അനുസരിച്ച്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് തന്നെ സൈറ്റുകൾ ഒരു സർവേക്ക് വിട്ടിട്ട് കാർഡിനൽ ഡയറക്ഷൻസ് ഫസ്റ്റ് അങ്ങ് മാർക്ക് ചെയ്തിട്ട് കസ്റ്റമർ അടുത്ത് തന്നെ സംസാരിക്കും. അപ്പം സംസാരിക്കുന്ന സമയത്തേക്കാണ് കസ്റ്റമർ ചോദിക്കുന്ന സാധനം ചില ആൾക്കാർക്ക് വിശ്വസിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു പ്രൊജക്റ്റ് വന്ന സമയത്ത് ഈ പ്രൊജക്റ്റിനത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 8 കെട്ട് നിന്ന സ്ഥലമാണെന്ന് പറയുന്നു. 8 കെട്ട് നിന്നതിൻ്റെ ഒരു അറ മാത്രം ആ പ്രോപ്പർട്ടിക്കകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അറയോട് ചേർന്നാണ് പഴയ വീട് കംപ്ലീറ്റ് ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അറയോട് ചേർന്നിട്ട് 2 ടോയ്ലറ്റ്സ് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീട്ടിൻ്റേതായിട്ടുള്ളൊരു എനർജി പ്രോബ്ലംസ് എന്തൊക്കെയോ ഉള്ളൊരു തോട്ടുണ്ട്. പക്ഷേ അവിടെ 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതിനകത്തൊരു മകളാണ്, മൂത്ത മകളാണ് വീട് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെക്കുന്ന സമയത്ത് അവരോട് നമ്മൾ സംസാരിച്ചപ്പം ഞാനവിടെ ചെന്ന സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലി ഒരു ഫീലിംഗ്, ബിക്കോസ് നമ്മൾ ഈ അറിയാത്ത കാര്യങ്ങൾ ഈ നമുക്കറിയില്ല, നമ്മളെല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ അത്ര സൈറ്റ് നമ്മൾ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു പണിക്കാരനോട് നമ്മൾ എന്തെങ്കിലും ഡ്രോയിങ്ങിനെ സംസാരിക്കുക, ഞാൻ കഴിഞ്ഞ് 25 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്, ഞാനിതാണെന്ന് പറയാം, നമുക്കറിയത്തില്ല. ഞാൻ അവരോട് പറയാം നിങ്ങളൊരു 2-3 ഒപ്പീനിയൻ എടുക്കും, എന്ത് ഒപ്പീനിയൻ എടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ കാര്യം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അവസാനം വെരിഫൈ ചെയ്ത് 3-4 പേരോട് ചോദിച്ചിട്ട് പറയും അറ പൊളിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇനിഷ്യൽ പ്ലാൻ വാസ് അറ പൊളിക്കണം. അപ്പം ഇത് വാസ്തു റിലേറ്റഡ് കാര്യമാണ്. അപ്പം നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷൻ എവിടെ വേണം, കാരണം നമുക്ക് പ്രിഡോമിനൻറ്റ് വിൻഡ് ഡയറക്ഷൻ ഒരു സൈറ്റിൽ വരുന്നത് കൂടുതലും കേരളത്തിൽ തെക്ക് പടിഞ്ഞാറെന്നാണ് കാറ്റ് വരാറുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുന്നു, ആ ഭാഗത്ത് ടോയ്ലറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല കോർണറി ടോയ്ലറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വിൻഡ് ഫ്ലോ വരുന്ന സമയത്ത് ടോയ്ലറ്റിലെ സ്മെല്ലായിരിക്കും ബെഡ്റൂമിനകത്തേക്ക് വരുന്നത്. ഇതാണ് ഇതിനകത്തുള്ളൊരു സയൻറ്റിഫിക് കാര്യം. അപ്പം അതേപോലെ തന്നെ കിച്ചണിൻ്റെ പൊസിഷൻ കൊണ്ടുവന്നപ്പം അഗ്നി കോണിൽ വെക്കുന്ന വായു കോണിൽ എന്താണ് വേണം, ഈശാന്യ കോണിൽ എന്താ. അപ്പം ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ബേസിക്കലി സർക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഡിസൈനിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലോറേഷൻ വേണ്ടിയിട്ട്. അപ്പം പലപ്പോഴും വാസ്തുക്കാരെ ഇപ്പം കേരളത്തിൽ 14 ജില്ലയിൽ ചെന്ന 14 ടൈപ്പ് ഓഫ് വാസ്തു ആൾക്കാരെ കാണാം. അപ്പം ഞാൻ പറയും വാസ്തുക്കാരെ വിളിക്കുന്ന ദിവസം എന്നെ വിളിക്കണം, ഞാനും വരും. കാരണം എനിക്കൊന്ന് എക്സ്പീരിയൻസാണ്. അവർ വരുന്നു, അവർ ടേപ്പ് പിടിക്കുന്നു, അവർ അളക്കുന്നു, എല്ലാം വരുന്നു, നമുക്ക് ഇരിക്കാമെന്ന് പറയുന്നു, വന്നിരിക്കുന്നു. അടുത്ത വെച്ചാണ് ഇവർ ഓരോ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കും ഏതാ പബ്ലിക്കേഷൻസ് സാർ, ഏതാ. ചിലതൊക്കെ പഴയ ബ്രൗൺ കളറിലെ പേപ്പർ, പഴയ പേജൊക്കെ ഇങ്ങനെ മാറ്റി അവർ നോക്കിയിട്ടാണ് അവർ ചുറ്റളവ് പറയാൻ പോകുന്നത്. അപ്പോഴും നമ്മളിങ്ങനെ നോക്കും, ഓക്കെ അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഒരു സ്ഥലത്തെ വാസ്തുവിൻ്റെ അളവല്ല വേറൊരു സ്ഥലത്ത് വരുന്നത്, കോല്, ഇഞ്ച്, അങ്കുലം. അപ്പം അതിനകത്തുള്ള അളവുകൾക്ക് ഡയമെൻഷന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ, അതിനകത്തില്ല 10 mm ആണ് 1 സെൻറ്റിമീറ്റർ. പക്ഷേ വാസ്തുവിൻ്റെ അളവുകൾ വരുമ്പോഴത്തേക്ക് ഈ അളവുകൾക്കകത്ത് വ്യത്യാസങ്ങൾ വരും. അപ്പം അങ്ങനെ വരുന്ന വ്യത്യാസങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, കസ്റ്റമറോട് തന്നെ പറയും നിങ്ങൾക്ക് വിശ്വാസമുള്ള വാസ്തുക്കൻ ആരാണെന്ന് വെച്ചാൽ ചുറ്റളവ് നോക്കുക. ചുറ്റളവ് നോക്കുമ്പോഴും എല്ലാ വാസ്തുവിലും പറയും വീടിന് 4 കോർണേഴ്സേ പാടുള്ളൂ, വീട് പെട്ടിക്കകത്തായിരിക്കണം, ഒന്നെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ. ചില ആൾക്കാർ ആദ്യമേ തന്നെ ഓഫീസിൽ വരുമ്പോഴും ആദ്യമേ തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ വരച്ചിട്ടാണ് വരുന്നത്. ഇൻ ദ സെൻസ് ഒരു 4 ബോക്സ് വന്നിട്ട് പറയും ഇതിനകത്ത്. പിന്നെ നമ്മളെല്ലാം മുയലിനെ വഴി കാണിക്കുന്നു പറയുന്ന തൊട്ട് അതിനകത്ത് കിടന്നിട്ട് ഓരോ പെട്ടി വരച്ച്. ഇപ്പോൾ ഒരിടത്ത് വീതി 10 മീറ്ററേ ഉള്ളൂ, 15 മീറ്റർ വരെ പണിയാൻ പറ്റും. പക്ഷേ കസ്റ്റമർ പറയുന്നത് 10 മീറ്ററിനകത്ത് വരയ്ക്കും, ഇതാണ് ഞങ്ങളുടെ വാസ്തു അളവ്, ഇത് മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ ഇവർ ഇതിൽ കൂടിയ അളവും ഇതിൻ്റെ കുറഞ്ഞ അളവും മേടിച്ചുകൊണ്ട് വരത്തില്ല. ദിസ് ഈസ് ദ ഫൈനൽ വൺ. പിന്നെ നമ്മൾ ചില കസ്റ്റമേഴ്സിനോട് പറയുന്നത് വെച്ചാൽ ഇനിഷ്യലി നിങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പ്ലാൻ വരയ്ക്കും, നിങ്ങൾ റിക്വയർമെൻറ്റ് വരച്ചാൽ വി ക്യാൻ സിറ്റ് വിത്ത് ദ വാസ്തു കൺസൾട്ടന്റ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം ഒരു വീട് ഇപ്പോൾ എച്ച് പോലെ വരച്ചെന്ന് വെച്ചോ, എച്ച് പോലെ വരച്ചാലും ഞാൻ ചുറ്റിനൊരു ഫൗണ്ടേഷൻ കൊടുക്കും, സ്ക്വയർ ആക്കും, എന്നിട്ട് അതിൻ്റെ ചുറ്റളവ് എടുപ്പിക്കും.
അതിൻ്റെ ചുറ്റളം എടുപ്പിക്കും. അപ്പോൾ ചിലയിടത്ത് ലിൻഡൽ പോലെ ഒരു ബീം കൊടുക്കും ഡിസൈനിൽ, പക്ഷേ അവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ആയിരിക്കും, സ്ക്വയർ ഫീറ്റിനകത്ത് വരത്തില്ല, പുറത്തെ സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും ചെയ്തേ. പക്ഷേ ബേസിക്കലി ഐ എം ഓൾസോ ബിലീവിങ് ഇൻ വാസ്തു. കാരണം സയൻറ്റിഫിക് ആയിട്ട് റൂംസിൻ്റെ ലേഔട്ടും കാര്യങ്ങളും നോക്കണം. അത് പിന്നെ ഇപ്പം ശീലമായതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രൊജക്ട്സിലും ഞാനത് ഫണ്ടമെൻ്റായിരുന്നു. പിന്നെ റെനോവേഷൻ പ്രൊജക്ട്സ് വരുന്ന സമയത്ത് പണ്ട് കാലത്ത് ഈ കന്നിമൂല ഭാഗത്ത് കിച്ചൺ ഒരുപാട് വീടുകളിലുണ്ട്. ഇപ്പോൾ കിച്ചൺ കൺവേർട്ട് ചെയ്യുന്ന ബെഡ്റൂം ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റുകൾ നമുക്ക് പിന്നെ അറിയാലോ, ഈ ബേസിക്കലി കണക്ടിവിറ്റി ഇല്ലാതെ അതൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ലാതെ നാട്ടിലെ തന്നെ ഏതെങ്കിലും ഒരു മേസ്തനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ലേബറിനെ വിളിച്ചിട്ടോ ഇത് എക്സിക്യൂഷന് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. ഒരു ടോയ്ലറ്റ് പണിയണം, ഓക്കെ ടോയ്ലറ്റ് പണിയണം, ഇവിടെ ടോയ്ലറ്റ് പണിയണം, അവിടെ കുറ്റിയടിക്കും, അവിടെ പണിയാം. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് മാറി വരുന്നുണ്ട്. അതെ, അത് പണ്ടത്തെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ. അതായത് ഈ റെനോവേറ്റ് ചെയ്യുന്നവരാണെങ്കിലും, അതായത് ഈ യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലോട്ട് വന്നപ്പോഴാണ് കുറച്ചും കൂടി അങ്ങനെ ഒരു ഇത് വരുന്നത് അല്ലേ. ഈ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെനോവേറ്റ് ചെയ്യണമെങ്കിൽ പൈസ വേണ്ട. പക്ഷെ ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് കുറേ പേര് ഇൻക്ലൂഡിങ് യു വന്നപ്പോഴാണ് ആളുകൾക്ക് ഓക്കെ അത്രയ്ക്ക് ബഡ്ജറ്റല്ലേ ആവുള്ളൂ. അപ്പം നമുക്കിപ്പോൾ അതാണ് ഈ ടോയ്ലറ്റ് ഇവിടെ പണിയാം, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ അങ്ങ് പണിയാം. അല്ലാതെ ഈ മാറ്റാനും മറിക്കാനും നിൽക്കുമ്പോൾ പൈസ കൂടുമല്ലോ എന്നൊരു ചിന്ത. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഈ 4 മൂലേ പാടുള്ളൂ വീട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വാസ്തുവിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു കോർണർ ഉണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട് അടുക്കളയിൽ. അപ്പം അത് 5ാമത്തെ കോർണറായിട്ട് വരും. അപ്പം അത് അടയ്ക്കാൻ പറഞ്ഞു. അപ്പം അത് അടച്ചു. അപ്പം നമുക്ക് എനർജി ഈസ് ഡിഫറെൻറ്റ്. അതാണ് ഈ വാസ്തുവിൽ വരുന്നത്. പിന്നെ ഈ ഒന്നാമത്തെ വേറെ കാര്യം ഈ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യം ഈ റെനോവേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം നന്ദുവിനോട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാവരും ഈ വീട് വെക്കുമ്പോൾ ഏറ്റവും അധികം നമ്മളുടെ കേരളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ആളുകളായിരിക്കും കൂടുതലുള്ളത്. ഈ റിച്ച് അല്ലെങ്കിൽ അബോവ് മിഡിൽ ക്ലാസ് ഇസ് വെരി ഫ്യൂ പെർസെൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം വീടും ആയിരിക്കും. ബിക്കോസ് ഷെൽട്ടർ ഇസ് എ ബേസിക് നീഡ് അല്ലേ. ഫുഡ് വാട്ടർ ഷെൽട്ടർ എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതെ. അപ്പം വരുന്നത് ലോണാ, ഒരു വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം സേവിയർ ആയിട്ട് വരുന്നതും ഈ ലോണാണ്. അതായത് വീട് വെക്കണമെങ്കിൽ ലോൺ വേണം, പക്ഷേ ഈ ലോൺ അടച്ച് തീർക്കണമെങ്കിൽ എത്ര വർഷം എടുക്കും. പിന്നെ ഡൗൺ പേയ്മെൻറ്റ് തന്നെ വേണം. അതിപ്പോൾ ഞാനൊക്കെ വീട് വെക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് ഇത്രയും വേണം, പിന്നെ ആ ലോൺ വേണം, പിന്നെ അതിൻ്റെ പലിശ ഇങ്ങനെ എത്ര അതെ മരിക്കുന്നിടം വരെ അടച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ അതിനൊരു സൊല്യൂഷൻ നന്ദുവിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അത് സൊല്യൂഷൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു തോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് തൊട്ടേ ഈ ലോൺ എടുക്കാനായിട്ട് വരുന്ന ആൾക്കാർ സംബന്ധിച്ച് സിബിൽ സ്കോർ ഒരു ഘടകമാണ്. അവരുടെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നപ്പം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സംഭവം പറയാം. ഒരു റെനോവേഷൻ പ്രൊജക്റ്റാണ്, 35 to 40 വാസ് ബഡ്ജറ്റ് ഓഫ് ദ പ്രൊജക്ട്. പക്ഷേ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റിൻ്റെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ആ മകൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത്. മകൻ്റെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ അമ്മയുടെ അച്ഛൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ലോൺ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. മകൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ആണ്. ഒരു 30 സെൻറ്റോളം സ്ഥലമാണ് അവർ ലോൺ വെക്കാൻ വേണ്ടി പോകുന്നത്. കൊടുത്ത ബാങ്കിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു ബാങ്കിൽ കൊടുക്കുകയാണ്, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ കൊടുക്കുകയാണ്. ഈ ബാങ്കിൽ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് അവരോട് ആവശ്യപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെ സിബിൽ സ്കോർ എടുക്കണം. അപ്പോൾ നോക്കിയപ്പം അമ്മയുടെ സിബിൽ സ്കോർ എടുത്തപ്പം അമ്മയുടെ സിബിൽ സ്കോറിന് വാസ് 650 സംതിങ്, 650. എന്താണ് പ്രോബ്ലം എന്ന് നോക്കിയപ്പം ഇവിടുത്തെ ഒരു പഴയൊരു ലേണിംഗ് ആപ്പ് കമ്പനി വൈൻഡപ്പ് ആയി. അപ്പോൾ തന്നെ ഊഹിക്കായിരിക്കും അതിൽ നിന്നൊരു ലാപ്ടോപ്പ് എടുത്തിരുന്നു. ഈ ലാപ്ടോപ്പ് അന്ന് എടുത്ത സമയത്ത് ഏതോ ഒരു കമ്പനിയുമായിട്ട് ഫൈനാൻസ് കമ്പനിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ലാപ്ടോപ്പ് എടുത്തത്. അതെ 2017 ആക്ച്വലി. ആ 17 കമ്പനിയിൽ നിന്ന് എടുത്തതിൻ്റെ സിവിൽ റിഫ്ലക്ഷനാണ് കിടക്കുന്നത്. അത് പെൻഡിങ് ആണ്, 20,000 രൂപ മറ്റും അടയ്ക്കാനുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് എവിടെ കൊണ്ട് അടയ്ക്കും? ദാറ്റ് കമ്പനി, ഇത് പേരൻറ് കമ്പനി ഇപ്പോൾ ഇല്ല. ഇത് എവിടെ കൊണ്ട് അടച്ചാൽ ഇത് മാറും? ആ ബാങ്കുകാർ കുറേ കാലമായിട്ട് പറയുന്നത് ഇത് മാറും മാഡം, ഇതുപോലൊരു കേസ് ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലയൻറ്റ് ട്രസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നിൽക്കുക, ഓക്കെ ഇത് ഡീൽ ചെയ്തിട്ടുണ്ട്, ഇത് നടക്കാൻ പോവാം. അങ്ങനെ നിന്ന് ഇപ്പോൾ ഒരു 4 മാസമായി. കല്ലിടിയിലെ സമയം നോക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അവരുടെ ഇനിഷ്യൽ ഫണ്ട് വെച്ചിട്ട് നമ്മൾ വർക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. പക്ഷേ ലോൺ അപ്രൂവ് ആയിട്ട് ഒരു സമയവും കാര്യങ്ങളൊക്കെ നോക്കി കല്ലിടിയിലും ചെയ്തു. 4 months നോ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് ഇപ്പം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി. എൻ്റെ പണിക്കാരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഭയങ്കര ഹൈ ആയിട്ട് ഒരു മുക്കിന് മൂലയിൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും അതിൻ്റെ ഏജൻസുമാണ്. ഈ പണിക്കാർക്ക് അന്നന്ന് വൈകിട്ട് ശമ്പളം വേണം.
ഇവർക്ക് മാസ ശമ്പളമോ സാലറി അവർ അവർക്ക് വീക്ക്ലി സാലറി പോലും ആരും അക്സെപ്റ്റബിൾ അല്ല. കുറേ ലേബേഴ്സിന് സാറ്റർഡേ ഒക്കെ ലേബർ കൊടുക്കുന്ന ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കതൊന്നും അല്ല വേണ്ട. ഡേ വൺ ഡെയിലി, ബിക്കോസ് ഡെയിലി ഇതിൻ്റെ EMI കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്ന് ബേസിക്കലി അവർ ടാർഗറ്റ് ചെയ്തേക്കുന്ന ലേഡീസിൻ്റെ ഗ്രൂപ്പാണ്. വൈഫ് ഈ പണിക്കാരുടെ എല്ലാം കൂടെ ഭാര്യമാരെ ചേർത്തൊരു 3-4 പേരെ ചേർത്തൊരു ഗ്രൂപ്പാക്കിയിട്ട് എന്നിട്ടാണ് ഈ പേയ്മെൻറ്റ് കളക്ഷൻ വരുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന പൈസ കൂടുതൽ ഇൻട്രസ്റ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് വീട് വെക്കുന്നവരെ സംബന്ധിച്ച്. ഇപ്പം നമ്മളൊരു 50 ലക്ഷം രൂപ ആയിരിക്കും മാക്സിമം സ്ട്രെച്ചബിൾ ആയിരിക്കും നമ്മുടെ ലൈഫിൽ. ഇപ്പം സാധാരണ മലയാളികളെ സംബന്ധിച്ച് പല സ്കെയിൽ ഓഫ് പേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും ബേസിക് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000, 20,000, 25,000, 50,000, 1 lakh അങ്ങനെ മുകളിലേക്ക് പോകുന്ന നല്ല സാലറി മേടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഈവൻ ദോ ഇവിടുത്തെ ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു 30-35, 40 അല്ലെ 25 to 40 ആണ് വരുന്നത്. ഇവർ പോയിട്ട് ലോൺ വെക്കുന്ന സമയത്തേക്ക് ഇവരുടെ ഏജ് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് കാര്യം ഇവരുടെ ഏജ് കൺസിഡർ ചെയ്യും, എത്ര വർഷം ഇവർക്കുണ്ട്, പിന്നെ ഗവൺമെൻറ് സർവീസിലാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു സാധനം നോക്കും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കും, പാർട്ട്ണർഷിപ്പിലാണോ പ്രൊപ്പറേറ്റർഷിപ്പിലാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യും, സാലറി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഇവരുടെ ഫണ്ടിൻ്റെ സോഴ്സ് കാണിക്കണം. ഇവരിതെല്ലാം കഴിഞ്ഞ് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് നോക്കി കഴിയുമ്പോൾ പിന്നത്തെ കാര്യം സിബിലിൽ ഫ്രീക്വൻറ്റ് എൻക്വയറീസ് വരും. ഇപ്പോൾ ഒരു ബാങ്കിൽ നോക്കുമ്പോഴും ഒരു എൻക്വയറി ആയി ഫോർ എ ഹൗസിംഗ് ലോൺ, രണ്ടാമത്തെ ബാങ്കിൽ നോക്കുമ്പോൾ വീണ്ടും ഒരു എൻക്വയറി ആയി. ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. എൻക്വയറി ആർക്കുന്നതനുസരിച്ച് സിബിൽ സ്കോറിനെ ബാധിക്കും. ബിക്കോസ് ഹി വാസ് ട്രൈങ് ഫോർ മൾട്ടിപ്പിൾ ബാങ്ക്സ് ഫോർ ഗെറ്റിംഗ് എ ലോൺ. അപ്പോൾ ഇപ്പം ഒന്നും വേണ്ട, നമ്മൾ മാളുകളിൽ ചെല്ലുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് വേണോ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കത്തില്ലേ? ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവരാണെന്നുള്ളതെന്ന് തോന്നുന്നു. അല്ല, അവർ പെട്രോൾ പമ്പുകളിലവരാണ് ഇത്രയും ക്രെഡിറ്റ് തരാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പൈസ എടുത്ത് ക്രെഡിറ്റുകളായിട്ട് കൊടുക്കാനായിട്ട് നിൽക്കുക. എന്നാ സാറിന് ക്രെഡിറ്റ് കാർഡ് തരാം സാർ ഒന്ന് ചെക്ക് ചെയ്തേ. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ വേണ്ട ബ്രോ, എനിക്ക് കിട്ടില്ല. അപ്പോൾ പറഞ്ഞ് അതല്ല, അത് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും സാർ. എത്ര മാസം ചെക്ക് ചെയ്ത് നോക്കിയിട്ട്? ഞാൻ പറഞ്ഞു 3 മാസം മുമ്പ് നോക്കി കിട്ടിയില്ല. സാർ ഇത് 3 കറക്റ്റ് 3 മാസം കഴിഞ്ഞോ? ഒരു ദിവസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വിൽ ബി ഡൺ. ഇത് പറഞ്ഞിട്ട് ക്യാൻവാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീട് വെക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ലോൺ. 50 ലക്ഷം എടുത്താൽ 30 വർഷത്തെ EMI ഇട്ട് 80, 90, 1 കോടി രൂപയാണ് നമ്മൾ അടയ്ക്കാനായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു തോട്ടിൽ നിന്നാണ് ആക്ച്വലി ഈ ബജറ്റഡ് ഹോംസ് ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രീമിയം വീടുകൾ ചെയ്യുന്നതും. കുറേ ആൾക്കാരുടെ തോട്ട് വാസ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ബജറ്റഡ് സാധനം മാത്രമാണ്. കൂടുതൽ എൻക്വയറീസും ശരിക്കും ബജറ്റഡ് തന്നെയാണ് വരാറുള്ളെങ്കിൽ പോലും. ഈവൻ ദോ നമ്മളുടെ അടുത്ത് ഇപ്പോൾ 50 lakhs പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, 1 CR പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, പല സ്കെയിൽ ഓഫ് പ്രൊജക്ട്സ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മോഡൽ എന്താണെന്ന് വെച്ചാൽ പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ വീട് അൾട്ടിമേറ്റ്ലി വെച്ച് കഴിയുമ്പം അവൻ ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം. വിച്ച് ഈസ് 50 lakhs എടുക്കുന്നവൻ 80 lakh 90 lakh 50 lakh മുടക്കുന്നവൻ 50 lakh അടച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞങ്ങൾ ആക്ച്വലി ചെയ്ത് അത് ഓൾമോസ്റ്റ് അതിൻ്റെ ബാക്ക് ആൻഡ് പ്രോഗ്രാംസും അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അക്രോസ് കേരള നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിഷ്യലി നമ്മൾ ഓൾ കേരള ആയിട്ട് തന്നെയാണ് നോക്കുന്നത്, അല്ലാതെ സ്പെസിഫിക്കലി ഇന്ന ഒരു ഏരിയയിൽ ഒരു പ്രോട്ടോടൈപ്പ് അടിക്കാം എന്നുള്ള ലെവലിലല്ല. ആ സിസ്റ്റം വാസ് വൺസ് ഡൺ. നമുക്കിത് ഓൾ കേരള ആയിട്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ആവശ്യക്കാർ ഇപ്പം നമ്മളിപ്പം നോക്കുന്നത്, നമ്മൾ ബേസിക്കലി നേരത്തെ തൊട്ട് നമ്മുടെ ഓഫീസിലോട്ട് ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് ഹൗ ഫാസ്റ്റ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു കൺസ്ട്രക്ട് എ ഹൗസ്. നിങ്ങൾ 6 മാസമാണോ, 1 വർഷമാണോ, 2 വർഷമാണോ, 3 വർഷമാണോ? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കൊച്ചു പയ്യന്മാർ മെസ്സേജ് അയക്കും. അവർ +2 കഴിഞ്ഞേക്കുന്നവരൊക്കെ ചേട്ടാ ഇങ്ങനെ ഞാൻ മെസ്സേജസ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് 10,000, 2,000, 3,000 ലൈക്കുകൾ കിട്ടാനായിട്ട് മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് അത് വൈറലായിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതാണ്, ചേട്ടാ എനിക്ക് എൻ്റെ പേര് ഇതാണ്, എൻ്റെ സ്ഥലം ഇവിടെയാണ്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉള്ളു ചേട്ടാ, എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഒന്നും ഇല്ല ചേട്ടാ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വരും, അന്ന് ചേട്ടൻ ഫീസൊന്നും കൂട്ടിക്കളയല്ലേ, ചേട്ടൻ തന്നെ എൻ്റെ വീട് പണിത് തരണം. ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് വരും. ഞാൻ അങ്ങനത്തെ മെസ്സേജൊക്കെ സ്ക്രീൻഷോട്ട് ഞാനത് സെപ്പറേറ്റ് മാർക്കിറ്റ് ഒരു ഫോൾഡർ ഇട്ടുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യൽ ലെവലിൽ ഇപ്പോൾ നമ്മൾ ഒരു വീട് ചെയ്യാനായിട്ട് അവൻ അത്രയും ആഗ്രഹിച്ചു, ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ ഇപ്പം കൂടുതൽ ക്ലയൻസും ഞങ്ങളുടെ NRIs ആണ്. അപ്പോൾ NRIs ആയിട്ടിരിക്കുന്ന ക്ലയൻസ് വിദേശത്ത് അവർ വർക്ക് ചെയ്യുമ്പോൾ നാട്ടിലൊന്നെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയും കാണും.
അപ്പം അവരോട് സൂം കോളിലായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ പറയില്ല എനിക്ക് ഈ വർഷം ദുബൈയിൽ പോകണമെന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ദുബൈയിൽ പോയിട്ട് അവരോട് ഡിസൈൻസ് ഒക്കെ കാണിക്കാൻ എനിക്ക് ദുബൈയിലൊരു ഓഫീസ്, ചെറിയൊരു ആഗ്രഹം, ചെറിയൊരു ഓഫീസ്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടാണ് നമുക്കുള്ളത്. അപ്പം ഇങ്ങനെ തവണ വ്യവസ്ഥയിൽ എക്കണോമിക്കലായിട്ട് വീട് വെക്കാനായിട്ട് ഉള്ള, അപ്പം നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത്. അങ്ങനെ എൻക്വയറീസ് വരുന്നതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ടെൻഷൻ്റെ ആവശ്യമില്ല, ഡോക്യുമെൻറ്റേഷൻ മിനിമം ആയിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഉണ്ടെന്നാൽ ഈവൻ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ട് വി ആർ ആൻസറബിൾ. വേണ്ട 1 രൂപ മേടിച്ചാൽ വി ആർ ആൻസറബിൾ. അപ്പം അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്നു, ഒരു ഹ്യൂജ് എമൗണ്ട് വരുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വർക്കല്ല. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അതിൻ്റെ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് ഡെവലപ്പ് ആകുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് ഒരു 6 months to 1 year വി ഹോപ്പ് വി ക്യാൻ ലോഞ്ച് ഇറ്റ്. നല്ല പെട്ടെന്നാവട്ടെ, എല്ലാവർക്കും പേർക്ക് വീട് വെക്കാൻ. പിന്നെ മനുഷ്യനായതുകൊണ്ട് ഏതൊരു മനുഷ്യനും വരുന്ന പോലെ എനിക്കൊരു ചിന്ത വന്നതുകൊണ്ട് ചോദിക്കുക. ഇപ്പോൾ ഈ ലോൺ കൊടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ഈ ലോൺ കൊടുക്കുന്നതിൻ്റെ തന്നെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണല്ലോ. കാരണം പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നന്ദു അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്ന് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്തായാലും കാണും. ബിക്കോസ് സോ മെനി പീപ്പിൾ ആർ എന്താ പറയുക, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു, വീട് വെക്കുന്നു, അവർക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നത്. ദാറ്റ് ഈസ് ദെയർ. ആൻഡ് ഐ നോ നന്ദുവിൻ്റെ പുറകിൽ അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടെന്ന് എനിക്ക് കുറച്ച് നേരം സംസാരിച്ചത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കമ്മിങ് ടു ബിസിനസ് നമുക്കും പ്രോഫിറ്റ് വേണം. ബിക്കോസ് നമ്മളൊരാൾക്ക് ഇപ്പം അവർ നമ്മളോട് ആൻസറബിളാണ്, ശരിക്കും നമ്മുടെ പൈസയല്ലേ അവരെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ വർക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ മോഡേൺ ട്രേഡ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് വി ക്യാൻ ഇപ്പം മെട്രോയുടെ പണി നടക്കുന്നു, NHൻ്റെ പണി നടക്കുന്നു, ഇവിടെ ഒന്നും അടുത്തുള്ള കടകളിൽ നല്ല സിമെൻറ്റ് എടുക്കുന്നത്, കമ്പി എടുക്കുന്നത്. സോ വി ക്യാൻ കട്ട് the cost of construction. Okay. That will be the profit of the company. Okay. Basically നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ ഇപ്പോൾ അവരൊരു സാധനം ചെയ്യുന്നതിനേക്കാട്ടിലുപരി മെറ്റീരിയൽസിനകത്ത് കോസ്റ്റ് എവിടെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും അത്രയും കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. പിന്നെ നമ്മൾ അഷ്വേർഡ് പ്രൊജക്ട്സ് ആണ് കൊടുക്കുന്നത്. നമ്മളല്ലാതെ ഇപ്പം ഒരു പ്രൊജക്റ്റ് തരാട്ടോ ഇന്ന ജില്ലയിൽ, അങ്ങനെയല്ല. നമ്മൾ അഷ്വേർഡ് ആയിട്ട് വി വിൽ ഹാവ് എ കൺസ്ട്രക്ഷൻ, നമ്മൾ ഇത്ര ബഡ്ജറ്റിൽ ഇന്നൊരു വീടുകൾ നമ്മൾ ചെയ്യുന്നുള്ള അഷ്വേർഡ് ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്തിട്ട് മെറ്റീരിയൽസിനകത്ത് നമുക്ക് കാരണം എവിടെയാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഇത്രയും വരുന്നത്? ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ, ലോഡിങ്, ഒന്നും വേണ്ട. ഒരു ബാഗ് സിമെൻറ്റ് ഒരു കടയിൽ കൊണ്ടുവന്നിട്ട് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 രൂപയാണ്. ലോഡിങ് 5 രൂപ, അൺലോഡിങ് 5 രൂപ, 10 രൂപ ഒരു തവണ കൊണ്ടിറക്കും. ഇതൊരു വണ്ടിയിൽ നിന്ന് മാറിയിട്ട് ആദ്യം വലിയൊരു ട്രെയിലറിനകത്ത് വരുന്നു, അതിൽ നിന്ന് മാറിയിട്ട് ഒരു 200 ബാഗ് പോകുന്ന വണ്ടിയിൽ പോകുന്നു, അത് മാറിയിട്ട് അതൊരു 50 ബാഗിലേക്ക് മാറുന്നു, അത് മാറിയിട്ട് ഒരു 20 ബാഗിലേക്ക് പോകുന്നു. ഇത്രയും വണ്ടിക്കൂലി മാത്രം നമ്മൾ കൂട്ടിയാൽ മതി. മനസ്സിലായി. അപ്പം ഇതിനുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഒരു വെയർ ഹൗസസ് ഒക്കെ വെച്ചിട്ട് ദർ വാസ് എ ഡിഫൈൻഡ് മോഡൽ ഫോർ ദാറ്റ്. അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അവരോട് ഞാൻ പേഴ്സണലി പറഞ്ഞു തരാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യ സഹജമായ ഒരു സംഭവമാണ്. ആരേലും എന്തെങ്കിലും നല്ലത് ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചോദിക്കണം ഇതിൽ അയാൾക്ക് എന്താ ലാഭം, അയാൾ എങ്ങനെ. അത് ഒരു അല്ല, ഇപ്പം സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പറ്റണം. ഇപ്പം ഒരാൾ വിളിച്ച ഫോൺ, ഇപ്പം ഞാൻ ഫോൺ എടുത്തില്ല, എൻ്റെ ഫോൺ അടുത്തൊരാൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ ഐ നീഡ് എ ട്രസ്റ്റബിൾ പേഴ്സൺ. അയാൾക്ക് ശമ്പളം കൊടുക്കണം. അയാളുടെ ഫാമിലി നമ്മളുടെ സാലറി ഡിപ്പെൻഡൻ്റാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന കൊണ്ട് തന്നെ സാലറീസ് എന്ന് പറയാം. ആൾക്കാരെല്ലാവരും ബേസിക്കലി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എന്ത് പണിക്കും പോകുന്ന ആൾക്കാരുണ്ട്. അവർ എന്ത് പണിക്കും ഓക്കെയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു പയ്യനെ കണ്ടപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ അവൻ വെയിറ്ററായിട്ട് നിൽക്കുന്നു. രാത്രി സമയങ്ങളിൽ അവനാണെങ്കിൽ മറ്റേ ഊബർ ഓടുന്നുണ്ട്. പകൽ സമയത്ത് അവൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു. കൊച്ചി വെച്ച് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടൊരു പയ്യനാണ്. പകൽ സമയത്ത് അവൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, റെൻ്റൽ പരിപാടികൾ. ചേട്ടാ എന്തെങ്കിലും ഉണ്ട് പറയണേ, ചേട്ടാ വീട് വല്ലതും വാടകയ്ക്ക് കൊടുക്കണം പറയണേ, ചേട്ടാ നമ്പർ ഇതാ, ചേട്ടാ ഇൻസ്റ്റാഗ്രാം ഇതാ. അവൻ ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് കാണുന്നതുകൊണ്ടുള്ളൊരു തോട്ടല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല, എനിക്കൊന്നും ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ടും കൂടെ ആയിരിക്കും, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം എന്നുള്ളൊരു ആഗ്രഹം, സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം, സ്വന്തമായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ വേണം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹൈറാർക്കിയൊക്കെ പഴയ പോലത്തെ ഓഫീസുകളിലാണെങ്കിൽ പോലും നമ്മളിപ്പം ഓക്കെ സാറിന് തന്നെ വിളിക്കും, ബോസ് പേര് വിളിക്കരുത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇച്ചിരിയും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് മാറുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീടുകളെ സംബന്ധിച്ചിപ്പം ഞാൻ സിനിമയിലെ സെറ്റ് ഡിസൈനിങ്ങിന് ചർച്ച ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസർമാരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്രൊഡ്യൂസർമാരുടെ വീടിൻ്റെ റെനോവേഷനും അവരുടെ മീറ്റിംഗ് റൂമിൻ്റെ വിപുലീകരണവും അവരുടെ ഓഫീസ് ബിൽഡിങ് പണിയുന്ന കാര്യങ്ങളും
പിന്നെ ചില സിനിമയ്ക്ക് സെറ്റ് ഇടുന്ന സാധനം സെറ്റ് വേണ്ട, നമുക്ക് പെർമനൻറ്റ് ബിൽഡിംഗ് അങ്ങ് പണിതാലോ എന്നുള്ള ചർച്ച. അപ്പോഴും ഞാൻ പറയും സാറേ പ്രൊജക്റ്റ് നമുക്ക് സംസാരിക്കാം, നമുക്ക് സിനിമ സംസാരിക്കാം, സെറ്റ് അല്ലെങ്കിൽ നമുക്ക് വർക്ക് അതല്ല. നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ കണക്റ്റായി കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ വന്നപ്പം, ഇപ്പം കൊച്ചിയിൽ ഞങ്ങൾ ബേസിക്കലി എത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളുടെ അടുത്ത് ഒരുപാട് പ്രോപ്പർട്ടി ഓണേഴ്സ് നമ്മളിവിടെ വന്നു. നമ്മളിപ്പം നമ്മുടെ ഓഫീസ് മാവേലിപുരത്താണ്, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അക്രോസ് കേരളയായിരുന്നു. എക്രോസ് കേരള ഇപ്പോഴും ഉണ്ട്. പക്ഷെ എക്രോസ് കേരളയിൽ എപ്പോഴും എക്രോസ് കേരള നിൽക്കുമ്പോൾ പലരും ഓഫീസ് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓഫീസ് എവിടെ, നിങ്ങളെ എവിടെ വന്ന് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ കൊച്ചിയിലാണ് നമ്മുടെ ടീമെല്ലാം, മാവേലിപുരത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. കാക്കനാട്, പ്രോപ്പർ കാക്കനാട് നമ്മളുണ്ട്. അവിടെ വന്നാൽ കാണാൻ അവിടെ വന്നാൽ അല്ലേ എല്ലാ ദിവസവും അല്ല. ഇതിപ്പം മറ്റേ ഇടയ്ക്കൊരു സമയത്ത് കിട്ടിയ പണിയെന്ന് വെച്ചാൽ ഈ 7 lakhന്റെ വീടും ഈ ഔട്ട് ഹൗസും പ്രൊജക്റ്റുകളൊക്കെ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ്, ചില റീലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും കാണുമ്പം എന്താ ചെയ്യുന്ന കുറേ വർക്കൊക്കെ കാണിക്കും, ഇത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് ഇന്നാളെ ചെയ്തൊന്നും ആർക്കും ഓർമ്മയില്ല, ആരും സമയം കുറേ കാലമായല്ലോ. ഞാനിപ്പം റീസെൻ്റ്ലി അങ്ങനെ റീൽസ് ഒന്നും ഇടാറില്ല. അപ്പം വർക്ക് എൻക്വയറീസ്, ബിക്കോസ് ബേസിക്കലി നമുക്ക് ഒരു ദിവസം ഒരു 5 തൊട്ട് 10 എൻക്വയറീസ് വരെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ലീഡ്സ് വെച്ചിട്ട് സംസാരിക്കുക, വർക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം വർക്ക് ചെയ്യുക. പിന്നെ ബാക്ക് എൻഡ് ഞാൻ ഇപ്പം ഈ പറഞ്ഞ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകളിലാണ് ബാക്ക് എൻഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫസ്റ്റ്. പിന്നെ ഇപ്പം കൊച്ചിയിൽ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നില്ലേ? കൊച്ചിയിൽ ബേസിക്കലി നമ്മൾ നേരത്തെ തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരാളൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ കൊച്ചിയിലൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് വാല്യൂ അഡീഷൻ ആരും കൊടുക്കുന്നില്ല ഒരു പ്രൊജക്ട്സിനകത്ത്. ബേസിക്കലി ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്, ഇപ്പം ഒരു IT കമ്പനി ഒരു ഓഫീസ് സ്പേസ് എടുക്കാൻ വന്ന IT കമ്പനിയായിട്ടുള്ള കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കൺവെൻഷണൽ സ്റ്റൈലിൽ കോളവും ബീമും വെച്ചിട്ട് വീട് പണിയുന്നതും കടമുറി പണിയും തമ്മിലുള്ള വ്യത്യാസം ആൾക്കാർക്ക് ആകെപ്പാട് അറിയാവുന്ന ഇതാണ്. കോളവും ബീമും കണ്ടു കഴിഞ്ഞാൽ ഇത് കടമുറിയും, വീടുകളാണെങ്കിൽ കട്ട ഭിത്തി കെട്ടിക്കൊണ്ടേ റൂഫ് സ്ലാബ് വരത്തുള്ളൂ. ഇതാണ് വ്യത്യാസം ആകെപ്പാടറിയാം. അതും അറിയത്തില്ലല്ലോ, സോറി ആൾക്കാർക്ക്. ഞാൻ അങ്ങനൊന്നും ശ്രദ്ധിക്കാറില്ല, കാര്യം നടന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. പിന്നീടാണ് ഭിത്തികളൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്പേസ് ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. ഇതിനകത്ത് കോളവും ബീംസും ഉണ്ട്. ഈ കോളവും ബീമും ആണ് ആദ്യമേ പണിത്, പിന്നാണ് ഭിത്തി കെട്ടുന്നത്. ലോഡുകൾ പോകുന്നത് ഈ തൂണിലും ബീംസിലുമാണ് പോകുന്നത്, ഭാരം സ്ലാബിൻ്റെയൊക്കെ. അപ്പം ഇങ്ങനത്തെ പ്രൊജക്ട്സ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കെട്ടിടം അടിച്ചിട്ടിട്ട് ഇത് ആരാണ് എടുക്കാൻ പോകുന്നത്, ഇത് ബാങ്കാണോ എടുക്കാൻ പോകുന്നത്, ഇത് IT കാരാണോ എടുക്കാൻ പോകുന്നത്, ഇത് വല്ല ബൊട്ടീക്കുകാരാണോ സലൂൺകാരാണോ എടുക്കാൻ പോകുന്നത്, ഇതൊന്നും അറിയത്തില്ല. കൊച്ചിയിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 4 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് നമ്മൾ പലയിടത്തായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. കാരണം നമ്മുടെയൊക്കെ ആഗ്രഹം, ഇപ്പം ഞാൻ ചോദിക്കും, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുക 30 ദിവസം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക, എൻ്റെ ഒരു ബിൽഡിംഗ് വാടകയ്ക്കുണ്ടെങ്കിൽ ഫോർ ഷുവർ അവൻ വാടക ഇട്ടിരിക്കും. അപ്പോൾ എനിക്കൊരു അഷ്വറൻസ് ആണ് ആ വെൽത്ത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ 1 സെൻറ്റ് സ്ഥലം കിട്ടുമോ, ഒരു കടമുറി പണിതിടാം, വാടക കിട്ടുമോ. അപ്പം ഞാനെപ്പോഴും ആലോചിക്കുന്ന നമ്മൾ ഇതേ ഒരു മോഡലിൽ അപ്പോൾ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ 7 ലക്ഷമാണെങ്കിലും 70 ലക്ഷമാണെങ്കിലും 7 കോടിയാണെങ്കിലും ഞങ്ങൾക്ക് ആ വാല്യൂ അൺലോക്ക് ചെയ്യണം. ദാറ്റ് വാസ് അവർ കോർ പ്രിൻസിപ്പിൾ. നമുക്ക് അത് എങ്ങനെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ചെയ്യാം, മാക്സിമം സ്ട്രെച്ചപ്പ്. കാരണം 7 ലക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും, 7 ലക്ഷത്തിന് ഇത്രയും വരെ ചെയ്യാം. 70 ആണെങ്കിൽ അതിനകത്ത് പരമാവധി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് 7 കോടിയാണെങ്കിൽ അങ്ങനെ, 70 കോടിയാണെങ്കിൽ അങ്ങനെ, അതെന്തും നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ കൊച്ചി ബേസ് ചെയ്തിട്ട് കാക്കനാട് ബേസ് ചെയ്ത് തന്നെ നോക്കുന്നത്. കൊച്ചിയിൽ എവിടെയാണെങ്കിലും ഇപ്പം നമ്മൾ MG റോഡിലാണെങ്കിലും നമുക്ക് ഇവിടെ ആണെങ്കിലും എല്ലാം നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ റീസ്റ്റോറേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പഴയ വീടുകളാണെങ്കിലും, കാരണം ബിൽഡിങ്ങുകൾ പൊളിച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കൂട്ടല്ല, ഇപ്പം ഈ സെറ്റ് ബാക്സിനൊക്കെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. കൊച്ചിയിൽ പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് സോൺസ് തിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗ്രീൻ സോൺ ഉണ്ട്, വെജിറ്റേഷൻ മാത്രമല്ല, അവിടെ ഹൈ റൈസ് ബിൽഡിങ്സ് പാടില്ല, റെസിഡൻഷ്യൽ സോൺസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ സോൺസ് ഉണ്ട്. ഈ സോൺ തിരിച്ചേക്കുന്ന പോർഷൻസിനകത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന റെഗുലേഷൻ. അപ്പോൾ പഴയ ഒരു ബിൽഡിംഗ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയിലുള്ള ഫീസിബിലിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ ഏരിയയിൽ എന്താണ് ഇപ്പോൾ ഇൻഫോ പാർക്കിനടുത്ത് ആക്ച്വലി ആവശ്യമുള്ള ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പം ലുലു സൈബർ ടവർ 2 ട്വിൻ ടവർ വന്നു. ഏകദേശം 30,000 എംപ്ലോയീസിനെയാണ് അവർ അവിടെ ഡെസ്ക് സ്പേസ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, 30,000. അപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാണെങ്കിൽ അവരെന്താ പണിയണ്ടേ? 30,000 ബെഡ്. ശരിയാ.
അവരെവിടെ കിടക്കും? 30,000 എംപ്ലോയീസ് ആയി. 30,000 ബെഡുള്ളതിൽ 30,000 ആൾക്കാർക്ക് ഒരു 1 BHK പോലുള്ള 30,000 1 BHK ഒരു ഡിമാൻഡുണ്ട്. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതെ അതെ, വീഡിയോ കാണുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചെയ്യാം. അല്ല, ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നല്ല, അത് ആക്ച്വലി 30,000 പേർക്ക് റൂം പണിത് കൊടുക്കാനൊന്നും ഉള്ള ബാൻഡ് വിഡ്ത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക്. നിങ്ങൾ 100 നിങ്ങൾ 1000 വെച്ച് പണിതോ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത് ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം പറയും, ലുലു സൈബർ ടവറിലെ പുതിയ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം പറയും. ബാക്കി വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്, റെന്റിൽ പോകുന്നതുണ്ട്, ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ അപ്പം ആ ഒരു ഏരിയയിലെ ഫീസിബിലിറ്റി, ഇപ്പം കാക്കനാട് എന്നല്ല, എറണാകുളം ജില്ലയിൽ എവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും നമ്മുടെ ഒരു എക്സ്പേർട്ട് ടീമുണ്ട്. ആക്ച്വലി വി ഹാവ് എ സെറ്റ് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതിനകത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആക്ച്വലി ഞാൻ ചീഫ് ആർക്കിടെക്ചർ ഡിവിഷൻ ഹെഡ് ചെയ്യുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എഞ്ചിനീയർ വിശ്വനാഥ് എന്ന് പറയുന്ന ചേട്ടനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളാണ് ആ സൈഡിലെ വർക്കുകൾ കംപ്ലീറ്റ് നോക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിവിഷനായിട്ട്. കാരണം സ്ട്രക്ചറൽ കാര്യങ്ങളെ പറ്റിയിട്ടും അത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ പഴയ കെട്ടിടങ്ങളാണെങ്കിലും പുതിയ കെട്ടിടം പണിയാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ്, നമ്മൾ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ ചെയ്തു കൊടുക്കും. പഴയ ഒരു കെട്ടിടം, ഇപ്പോൾ ഒരാൾ ഒരു ബിൽഡിംഗ് മേടിക്കാൻ പോകുകയാണെങ്കിൽ വി ഹാവ് എ സെറ്റ് ഓഫ് ചെക്ക് ലിസ്റ്റ്. ഒരു കെട്ടിടത്തിനകത്ത് എന്തൊക്കെ നോക്കണം, അതിനകത്ത് ഇപ്പം അതിൻ്റെ സെറ്റ് ബാക്ക് കറക്റ്റാണോ, ഫ്ലോർ ഏരിയ റേഷ്യോ കറക്റ്റാണോ, ബിൽഡിംഗ് റൂള് പ്രകാരമാണോ അത് നിൽക്കുന്നത്, അതിൽ ഇനി മുകളിലേക്ക് പണിയാൻ വേണ്ടി പറ്റുമോ, റോഡിൻ്റെ എക്സ്റ്റൻഷൻ ഉടനെ വരാൻ പോകുന്നുണ്ടോ, അത് മുനിസിപ്പാലിറ്റി തിരക്കണം, അല്ലെങ്കിൽ റോഡ് ഡിവിഷനിൽ തിരക്കണം. PWD തിരക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് പ്രപ്പോസ്ഡ് പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ആ റോഡിൻ്റെ വൈഡനിങ് ഉണ്ടെന്ന് പറയപ്പെടുന്നു കുറേ കാലം. അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ബിൽഡിംഗാണ് ആ പ്രസ്റ്റീജ് ഹിൽ സൈഡ് ഗേറ്റ് വേ അപ്പാർട്ട്മെൻറ്റ്. അവരുടെ മതിൽ അകത്തോട്ട് കയറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഫ്രണ്ടിൽ കുറച്ച് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബിക്കോസ് നാളെ റോഡ് വൈഡനിങ് വന്നാൽ അവരുടെ മതിൽ പൊളിച്ച് അവർ അപ്പാർട്ട്മെൻറ്റ് പോകരുത്. പ്രീ പ്ലാൻഡ് ആണ് അവർ. ബിക്കോസ് അവിടെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്, എ സിസ്റ്റം ദെയർ അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം അതേപോലെ പുതിയ ഓരോ ബിൽഡിങ്സ് അവിടെ വരുന്നത്. ഇപ്പോൾ സ്കൈലൈൻ്റെ അവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നിട്ടുണ്ട്, സ്റ്റാർബക്സ് അവിടെ താഴെ വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അതേപോലത്തെ ബിൽഡിങ്ങുകൾ വരുമ്പോൾ അവർ സെറ്റ് ബാക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പം ഈ എക്സ്പേർട്ട് ഒപ്പീനിയൻ കിട്ടാതെ ആൾക്കാർ വരുന്നു, പൈസ കൊടുക്കുന്നു, വസ്തുക്കൾ മേടിക്കുന്നു. ഇതിനകത്ത് എന്ത് വാല്യൂ അൺലോക്ക് ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. വസ്തു മേടിച്ചിട്ട് അതെടുത്ത് മറിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ 360 ഡിഗ്രിയിലും അതിനെ ഒബ്സർവ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. ഒരു സൈഡ് കാണുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ബ്രോക്കർ വന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കഥ കേട്ടുകൊണ്ട് മറിക്കുക, സാറേ ഇതിനകത്ത് ഈ വാസ്തു ദോഷങ്ങളൊക്കെ പറഞ്ഞു ആൾക്കാർ. കാക്കനാടൊക്കെ ഇപ്പോൾ 1 സെൻറ്റ് സ്ഥലം എനിക്കൊന്ന് ഇൻഫോ പാർക്കിനടുത്ത് 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ചോദിക്കുന്നത് സെൻറ്റിന്. ഞങ്ങളിപ്പം അങ്ങനത്തെ കുറച്ച് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെടുത്തപ്പോൾ ഒരു 10-20 പ്ലോട്ട് ഇൻഫോ പാർക്കിനടുത്ത് ഒരു 13 ലക്ഷം രൂപ വാല്യൂ ഉള്ള പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട്. പ്രോപ്പർട്ടി ഓണേഴ്സ് നമ്മളായിട്ട് എടുത്തിട്ട്, കാരണം ഞാൻ ഈ എക്രോസ് കേരള ഈ ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഒരു പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള 1 BHK 2 BHK അല്ലെങ്കിൽ റെൻ്റൽ ഇൻകം കിട്ടുന്ന രീതിയിലുള്ളൊരു ഡിസൈൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വർക്ക്. ഇപ്പോൾ അതാണ് കൊച്ചി തന്നെ കുറച്ച് കാലം ഇനിയിപ്പം കൊച്ചി തന്നെ നിന്നുകൊണ്ട്, കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ IT ടീമിനോട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ലീഗൽ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, CA-കാരോട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, CS-ൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ വെൻഡേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കും. കാരണം ഇവിടെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മെറ്റീരിയൽകാരോട് സംസാരിക്കും. അങ്ങനത്തെ മീറ്റിംഗ്സ് എല്ലാം നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മൂന്ന് സെഗ്മെൻ്റായിട്ടാണ് ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. റെൻ്റൽ ഡിവിഷനിൽ നമുക്കൊരു ടീമുണ്ട്. ബിൽഡിംഗ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജനതാ ഗ്യാരേജായി മാറി. കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ പ്രോപ്പർട്ടി വേണ്ടവർക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ നമ്മുടെ അടുത്ത് വരാം. പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഡിസൈൻ ചെയ്യാൻ ഞങ്ങളുടെ ആർക്കിടെക്ചർ ടീമുണ്ട്. കൺസ്ട്രക്ട് ചെയ്യാൻ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. അത് വാടകയ്ക്ക് കൊടുക്കാൻ ഞങ്ങളുടെ റെൻ്റൽ ഡിവിഷനുണ്ട്. ഇനി പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടവർക്ക് ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ടീമുണ്ട്. അങ്ങനെ നമുക്കിപ്പം അങ്ങനത്തെ കുറച്ച് വിങ്സ് ഒക്കെ വന്നു. എല്ലാം ബഡ്ഡിങ് അല്ല, കൊച്ചിയിൽ ഞങ്ങളിപ്പോൾ ഈ പരിപാടികളെല്ലാം നമ്മൾ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ബേസിക്കലി ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ബിക്കോസ് അവിടെ ഫിസിക്കൽ പ്രസൻസ് വേണം. നമ്മൾ സംസാരിക്കുന്ന പ്രോപ്പർട്ടീസിനെ പറ്റിയും പ്രൊജക്ട്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ വിളിച്ചിട്ട് അതെ ടെക്നോ പാർക്കിനടുത്ത്, എന്നെ പലരും വിളിക്കും, ടെക്നോ പാർക്കിനടുത്ത് നമുക്ക് വില്ല പണിയാൻ പറ്റിയൊരു പ്രോപ്പർട്ടി വന്നിട്ട് വേണോ? വേണ്ട ചേട്ടാ, ടെക്നോ പാർക്കിനടുത്ത് അത് വന്ന് കാണാൻ പോലും പറ്റുന്നൊരു സമയമില്ല. അത് ശ്രദ്ധിക്കാതെ ചുമ്മാതെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അതൊരു കോർ പ്രശ്നം തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ കൊച്ചിയിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന റെനോവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് പൈസ അങ്ങോട്ട് കൊടുക്കണം വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ. നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം മുതുകുളം കായംകുളം ഏരിയയിലൊക്കെ വീട് പൊളിക്കാനായിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് പൈസ തരും.
50,000 രൂപ 1 ലക്ഷം രൂപ തന്നിട്ടാണ് അവർ പൊളിച്ചിട്ട് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് എവിടെയും ഫില്ല് ചെയ്യുക, കട്ടായുടെ പൊടിയും വേസ്റ്റൊക്കെ. പക്ഷേ കൊച്ചിയിലെ അവസ്ഥ എന്ന് വെച്ചാൽ നേരെ റിട്ടേണാണ്. അതെ അതെ, ഇവിടുന്ന് വേസ്റ്റ് പൊളിച്ചിട്ടു അത് ഒരു ലോഡ് കൊണ്ടുപോകാൻ അങ്ങോട്ട് വണ്ടിക്കാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഇത് പോകുന്നത്. ഇതുപോലും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ലെവൽ ഓഫ് പ്രോബ്ലംസ്, നമ്മൾ കാണാത്ത ഒരുപാട് പ്രോബ്ലംസ് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കകത്തുണ്ട് ബേസിക്കലി. പിന്നെ പ്രോപ്പർട്ടിയുടെ വിലകൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തുള്ള പ്രോപ്പർട്ടി നാട്ടിലൊക്കെ ഇപ്പോഴും നടക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ അപ്പുറത്തെ പ്രോപ്പർട്ടി ഇപ്പോൾ കൊടുത്ത സെൻറ്റിന് 2 ലക്ഷം രൂപയ്ക്കാണ്, അപ്പോൾ നമ്മളത് ഇപ്പോൾ 2,25,000 തന്നേക്കാം. ഇതാണ് ടേക്ക്. പക്ഷേ കാക്കനാട്ടത്തെ കേസ് എന്ന് വെച്ചാൽ ബേസിക്കലി ആൾക്കാർ മേടിക്കുന്ന വീടുകളെക്കാളും കൂടുതൽ ഇവിടെ വെർട്ടിക്കൽ ടവേഴ്സ് തന്നെ പറ്റും. കാരണം ഇവിടെ സ്ഥലമില്ല. ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ശരിക്കും 3 കാറ്റഗറി പ്ലോട്ട്സ് നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. നമ്മുടെ അടുത്തൊരു 13 ലക്ഷം രൂപ വാല്യൂ വരുന്ന ഒരു സെറ്റ് ഓഫ് പ്ലോട്ട്സ്, ഒരു 10-25 പ്ലോട്ട് നമുക്ക് എടച്ചിറയിലുണ്ട്, ഇൻഫോ പാർക്കിനടുത്ത്. നമുക്ക് അതിനും ഇച്ചിരിയും കൂടെ ബഡ്ജറ്റ് കുറവുള്ള കസ്റ്റമർക്ക് ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ മേടിക്കാൻ പറ്റുന്ന ഒരു 10-20 പ്ലോട്ട് നമുക്ക് തെങ്ങോടുണ്ട്. പിന്നെ ഫേസ് 3 ഇൻഫോ പാർക്ക് വരാൻ പോകുന്നത് കിഴക്കമ്പലത്തോട്ടാണ്. കിഴക്കമ്പലത്ത് ഗവൺമെൻറ് 300 ഏക്കറാണ് അക്വയർ ചെയ്യാനായിട്ടിരിക്കുന്നത്. 300 ഏക്കേഴ്സ് ഫേസ് 3 വരുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ അടുത്തൊരു 10-100 പ്ലോട്ടുകളുണ്ട്. അപ്പോൾ ആ 100ഓളം പ്ലോട്ടുകൾ അതിനകത്ത് ബഡ്ജറ്റഡ് കാറ്റഗറി ഒരു 4 ലക്ഷം രൂപ തൊട്ട് ഒക്കെ. ഇപ്പോൾ എറണാകുളത്ത് ഇവിടെ ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു 12 അല്ല ഒരു അരമണിക്കൂറിനുള്ളിൽ ട്രാവൽ ചെയ്തിട്ട് വരാം. 12-13 കിലോമീറ്റർ മറ്റും ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റും. എന്നാൽ കൊച്ചിയിലൊരു ഫ്ലാറ്റ് ഉണ്ടോ? ഒന്നും വേണ്ടെന്നേ, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം NRIs ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഗ്രാമപ്രദേശത്ത് പോയിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിതിട്ടിട്ട് പലചരക്ക് കടയ്ക്കും കൊടുത്തിട്ട് കോവിഡൊക്കെ വന്ന സമയത്തുള്ള സ്കീം പോലെ തന്നെ. അല്ല, എന്തിന് ഞങ്ങളുടെ വീട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് റെന്റിനാണ് നിൽക്കുന്നത്. അതൊരു NRIയുടെ പ്രോപ്പർട്ടിയാ. പുള്ളി അത് ഇൻവെസ്റ്റ്മെന്റ്, പുള്ളി ആ വീട് കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു വാങ്ങിച്ചിട്ട്. സത്യമായിട്ടും പുള്ളിക്കൊരു ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു വീട് എങ്ങനെയാ കിടക്കുന്നത്. 3 BHK വില്ല ആണ്, പക്ഷെ പുള്ളി കണ്ടിട്ട് പോലും ഇല്ലെന്ന് എൻ്റെ ഒരു ഐഡിയ. അതിലും ഒരു പ്രോബ്ലം ഇതാണ്. ഇവിടെ നാട്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പം ദുബൈയിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യുന്നുണ്ട്, UAE മാത്രം, ഖത്തറിൽ പോയിട്ട് ചെയ്യുന്നുണ്ട്, UK പോയിട്ട് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂർ പോയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ പ്രോപ്പർട്ടീസ് കാണാതെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഈ പ്രോപ്പർട്ടീസ് കാണാതെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ട്രസ്റ്റാണ് ബേസിക്കലി. ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തെ കളി. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ഇതിനകത്ത് ഗെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പം ഓക്കെ, ഇപ്പം നന്ദുവിനെ കൊണ്ടൊരു വീട് പണിയിപ്പിക്കുക എന്ന് പറയുമ്പോൾ നന്ദു ഇത് ചെയ്തോളൂ എന്ന് പറയും. എൻ്റെ കുറച്ച് ക്ലയൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ട്. ഒരു ക്ലയൻറ്റ് ഒരു ഓസ്ട്രേലിയയിൽ ആണ് ആൾ ചെയ്യുന്നത്. കല്ലിടിയിൽ വന്നിട്ടില്ല, പഴയ വീട് പൊളിച്ചപ്പോൾ വന്നിട്ടില്ല, കൺസ്ട്രക്ഷൻ നടക്കുന്നു. പാലുകാച്ചിന് പാലുകാച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് പുള്ളി വരുമ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്യുമെന്നുള്ള പുള്ളിക്ക് എന്നിലുള്ളൊരു വിശ്വാസമാണ്. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ നാട്ടിൽ ആൾക്കാരുടെ അടുത്ത് ഞാൻ കാണുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് പൈസയുടെ പുറത്ത് മാത്രം ഓടത്തില്ല. എന്നാൽ പൈസ വേണം തന്നെ. കാരണം ബിക്കോസ് നമുക്ക് നമ്മുടെ ഓഫീസ് റൺ ചെയ്യാനും, അല്ലാതെ ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഒറ്റ ദിവസം തന്നെ ഇപ്പോൾ ഒരു ലോട്ടറി അടിച്ച് പൈസ ഉണ്ടാക്കാവോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടല്ല. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു നല്ല ബിസിനസ് മോഡൽ വന്നു, പെട്ടെന്ന് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം ആൾക്കാരെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതല്ല. ഷോർട്ട് കട്ട്സ് എന്ന് വെച്ചാൽ പലരെയും കണ്ടിട്ടുണ്ട്. പലരും പല കൺസൾട്ടൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പലരും പലപ്പോഴും പാർട്ട്ണർഷിപ്പ് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പല ബിസിനസ്സുകൾ ഇതിനു മുമ്പൊക്കെ ചെയ്ത് നോക്കുന്നത്. എല്ലാവരും മണി മൈൻഡഡ് ആണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. വാക്കിലിപ്പോൾ ഞാൻ പറയും കർമ്മ ഇസ് ദെയർ എന്ന് നമ്മളോട് പറയുക. നമുക്ക് പറഞ്ഞു തരുന്ന ആൾ തന്നെ കർമ്മ ഇസ് ദെയർ എന്ന് പറയുകയും അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കും, ഇന്ന ആൾ അല്ലെ ഇന്ന ചേട്ടൻ അല്ലെ ഇന്ന ചേച്ചി കർമ്മയെപ്പറ്റി പറയുന്നു, പക്ഷേ ഈ കേസിൽ ചേട്ടനും ചേച്ചി കർമ്മ കാണുന്നില്ലേ? ഇല്ല. അവരപ്പോൾ പറയുന്നത് ഇത് നമ്മളാണ് റൈറ്റ്, ഇവിടെ കർമ്മം നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതോട്ട് വരുമ്പം എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്യാൻ ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഒരു ഫേക്ക് ഫേസ് ഫ്രണ്ടിൽ മാസ്ക് ചെയ്തിട്ടിട്ട് പുറമേ നിന്നുകൊണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഞാനും ബേസിക് ക്ലയൻസ് ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് കാലമായിട്ട് വിളിക്കാത്ത ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുക, എവിടെയുണ്ട്? ഞാൻ പറയും എറണാകുളത്തുണ്ട്. ഓക്കെ, എറണാകുളത്തുണ്ടോ? എപ്പോൾ എത്തി കൊച്ചി? ഞാൻ പറയും കൊച്ചി എത്തി. അപ്പോൾ എപ്പോൾ കാണാൻ പറ്റും? ഞാൻ പറഞ്ഞ് ഓഫീസിലേക്ക് വന്നത്. ഓഫീസ് ഇട്ടാ? ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞില്ല, നമ്മൾ ഓഫീസിലോ ടീം ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങി, ദാറ്റ്സ് ഓഫീസിലേക്ക് വരിക എന്ന് പറയും മാവേലിപുരത്ത്. അപ്പോൾ ഞാൻ വിളിച്ചത് നമുക്കിവിടെ ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഒരു ബൊട്ടീക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് ചെയ്യണം. എങ്ങനെയാണ് ചാർജ് വരിക? ഞാൻ പറയും സ്ഥലം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇല്ല. അവരുടെ റിക്വയർമെൻറ്റ് എനിക്കറിയാമോ?
ഇല്ല. അവർക്ക് വേണ്ട മെറ്റീരിയൽസ് എന്താണെന്നറിയോ? ഇല്ല. എത്ര ദിവസം കൊണ്ട് പണി ചെയ്യാൻ പറ്റുമെന്നറിയോ? ഇല്ല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഒരു 1000 സ്ക്വയർ ഫീറ്റ്. ഞാൻ പറയും, ഈ 1000 സ്ക്വയർ ഫീറ്റിന് എങ്ങനെ സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയറിൻ്റെ ചാർജാണ് ചോദിക്കുന്നത്. എനിക്ക് പറയാൻ പറ്റില്ല. ഓഫീസിലേക്ക് അവരോട്ട് വന്നാൽ നമുക്ക് സംസാരിക്കാം. അടുത്ത ചോദ്യം, ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടും? ഞാനിങ്ങനെ ഒരുപാട് നാളെ കേട്ടോ ഒരാൾ അങ്ങനെയാണ്. കാരണം ബിക്കോസ് നാളെ ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ടാണ്. എൻ്റെ 1-2 സ്റ്റോറിയൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്ക് എനിക്കൊന്ന് ബോധോദയം, ഇവനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്തോ ഒരു ഡീൽ ആരോണ്ട് പുള്ളിയോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്ത് കിട്ടും, നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ വന്നില്ല. അപ്പോൾ തന്നെ പുള്ളി 10 പേരെ വിളിച്ചാണ്. ഇതൊരു ഒരു ഒരു കാര്യമാണ്. എനിക്ക് വേണേൽ അവിടെ പറയാം, ഐ ക്യാൻ ഓഫർ ഹിം 10,000 or 20,000 or സംതിങ് ഐ ക്യാൻ ഓഫർ. നമ്മുടെ നാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്ന സമയത്തും എല്ലാവരും വിളിച്ചു ചോദിക്കുക, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് ചാർജ് ഒക്കെ എങ്ങനെയാണ്? സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യത്തിൽ സിമ്പിളായിട്ട് ഞാൻ അപർണയ്ക്ക് മനസ്സിലാവാനായിട്ട്, അപർണയ്ക്ക് കൺസ്ട്രക്ഷനെ പറ്റി അറിയത്തില്ലെന്ന് പറഞ്ഞു, 1 feet by 1 feet 30 സെൻറ്റിമീറ്റർ by 30 സെൻറ്റിമീറ്റർ 1 feet എന്ന് വെച്ചാൽ 1 സ്ക്വയർ ഫീറ്റാണ്. 1 സ്ക്വയർ ഫീറ്റിന് 1 ടൈൽസ് എൻ്റെ ഈ കയ്യിലിരിക്കുക 10 രൂപയാണെന്ന് വെച്ചാൽ ആ ടൈൽസിൻ്റെ വില. ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റുള്ള ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ 10 രൂപയാണ് ഒരു ടൈലിന് വരുമ്പം. 1010 രൂപയുടെ ടൈൽസ് നിരത്തി വെച്ചേക്കുന്നതാണ് നമ്മൾ ഈ 2D പ്ലാനിൽ കാണുന്നത്. 10 രൂപയുടെ ഒരു 1000 സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ 1000 ടൈൽസ് നിരത്തി വെച്ചേക്കുക. ഒരു ടൈലിന് 10 രൂപ ആകുമ്പം 1000 ടൈൽസ് വരുമ്പോഴത്തേക്ക് എത്ര വരും? 1,00,000 അല്ലേ? 10,000 10,000. 10,000 10,000 ഞാൻ എഡിറ്റ് ചെയ്ത് കളയും. സോറി കേട്ടോ, ഞാനും ഒന്ന് ആലോചിച്ച ഇനി എനിക്ക് തെറ്റ് പറ്റിയാണോ 1,00,000 ആണോ? അതല്ല, എൻ്റെ മനസ്സിലെന്താണെന്നറിയോ, 1000 ടൈൽസിന് 10,000 ആവത്തുള്ളൂ എന്ന് ചിന്തിച്ചോണ്ട് ഇനി 1,00,000 ഞാനിട്ട റേറ്റ് 10 രൂപ സിമ്പിളായിട്ട് പറയാം. 10,000 രൂപയാണ് നമ്മൾ കാണുന്നത്. 10,000 രൂപയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാനിൽ. 10,000 രൂപയ്ക്ക് വീട് പണിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറയണം 10,000 രൂപയ്ക്ക് പണിയാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ആൾക്കാർ 10,000 രൂപ ആകത്തുള്ളൂ. ഓക്കെ, കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സ്ക്വയർ ഫീറ്റിന് നാട്ടിൽ 2,000 രൂപയ്ക്ക് പണിയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് പണിയാൻ വേണ്ടിയിട്ട് ഒരാൾ പറയുന്നത് 20 ലക്ഷം രൂപ ബഡ്ജറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 1,800 രൂപ. 1,800 × 1000 18 ലക്ഷം രൂപ. വേറൊരാൾ പറയുന്നത് 2,250 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ഞാൻ ചെയ്തു തരാം, 22.5 ലക്ഷം രൂപ. ഇങ്ങനെ റേറ്റ് വെച്ചിട്ട് ആൾക്കാർ വിളിച്ച് ചോദിക്കുക 1000 സ്ക്വയർ ഫീറ്റ് പണിയാൻ എത്ര രൂപ വരും? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഈ വീടിൻ്റെ സൈറ്റിൻ്റെ ലൊക്കേഷൻ എനിക്കറിയാമോ? ഒന്നാമത്തെ ചോദ്യം. അവൻ്റെ വീട്ടിൽ ടിപ്പർ ലോറി കയറുമോ, എയ്സ് വണ്ടിയാണോ കയറുന്നത്, ജസ്റ്റ് വീൽ ബാർ ആണോ കയറുന്നതെന്ന് ഞാൻ കണ്ടിട്ട് വഴിയുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല, അറിയില്ല. അത് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന നാട്ടിൽ ഇപ്പം കോഴിക്കോട് അങ്ങോട്ടുള്ള ഏരിയ പോകുമ്പോൾ വെട്ടുകല്ല സുലഭമായിട്ട് അവൈലബിൾ, സിമെൻറ്റ് ബ്ലോക്ക്സ് അവൈലബിൾ ആണ്. എറണാകുളത്തൊക്കെ സിമെൻറ്റ് ബ്ലോക്കാണ് കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പിന്നെ വയർക്കട്ട് ബ്രിക്സ്, ഇഷ്ടിക കൺസ്ട്രക്ഷൻ നടക്കാറുണ്ട്. തിരുവനന്തപുരം ഏരിയ, കായംകുളം ഏരിയയിലേക്ക് ഇഷ്ടിക നടക്കാറുണ്ട്, സിമെൻറ്റ് ബ്ലോക്സ് നടക്കാറുണ്ട്. വെട്ടുകല്ല് വരുമ്പോഴും ഇപ്പോഴും നല്ല വെട്ടുകല്ല് കണ്ണൂർ വെട്ടുകല്ലാണെന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് കല്ല് കൊണ്ടുവരിക, ഈ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പെരുമ്പാവൂർ നിന്നൊക്കെയുള്ള സിമെൻറ്റ് ബ്ലോക്സോ അങ്ങനെ പല മെറ്റീരിയൽസ് പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിൽ ഏത് മെറ്റീരിയൽ വെച്ചിട്ട് ഈ വീട് പണിയണമെന്നുള്ളതിനെ പറ്റി പറയുന്നില്ല. അവൻ എത്ര മുറി വേണമെന്ന് പറയുന്നില്ല. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റ് ചാർജാണ് ചോദിക്കുന്നത്. എത്ര റൂംസ് വേണമെന്ന് പറയുന്നില്ല. ഒരു റൂം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ചുറ്റിനും മാത്രം അണിതിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഒരു വലിയ ഹോള് പണിയുവാന്ന് വെച്ചു. ഹോള് പണിതാൽ ഇടയ്ക്ക് പില്ലർ ഇല്ലെങ്കിൽ നമുക്ക് റൂഫിൻ്റെ സമയത്ത് സ്ട്രക്ചർ ചെയ്യുമ്പോൾ സ്പാൻ കൂടും, അതിൻ്റെ കോസ്റ്റ് വേറെയാണ്. 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റിനും പണിയുള്ള ഭിത്തിയുടെ റേറ്റ് നമ്മളെടുത്തു, അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മളെടുത്തു. 1000 സ്ക്വയർ ഫീറ്റിനെ കട്ട് ചെയ്തിട്ട് 2 റൂംസ് ആക്കിയെന്ന് വെച്ചു, 500. അപ്പോൾ ഇടയ്ക്കൊരു ഭിത്തി വന്നു, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ വന്നു? അപ്പോൾ ഈ ക്വാണ്ടിറ്റി എടുക്കാതെ നമുക്കൊരിക്കലും സ്ക്വയർ ഫീറ്റ് ചാർജ് പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊരു നാട്ടു നടപ്പാണ് സ്ക്വയർ ഫീറ്റ് ചാർജ്. നമുക്ക് അങ്ങനെ സ്ക്വയർ ഫീറ്റ് ചാർജ് പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾ ഇത്രയും കാലം ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രശ്നം, ഈ എക്സ്പീരിയൻസിൽ ഞാൻ വരച്ചിട്ടുള്ള 1000 സ്ക്വയർ ഫീറ്റോ ഞാൻ വരച്ചിട്ടുള്ള 500 സ്ക്വയർ ഫീറ്റോ നിങ്ങളുടെ സൈറ്റിൽ സ്യൂട്ടാവാൻ, പിന്നെ ഞങ്ങളൊരിക്കലും ബേസിക്കലി ആർക്കിടെക്ട്സ് ഞങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആഗ്രഹം. നമ്മൾ ഒരാളുടെ അടുത്ത് ഡിസൈനിങ്ങിന് നമ്മൾ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ഫീസ് ചാർജ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവർ അതിന് പൈസ മേടിച്ചിട്ട് വരയ്ക്കുന്ന പ്ലാൻ എടുത്തിട്ട് വേറൊരാൾക്ക് വെറുതെ കൊണ്ട് കൊടുത്ത് പൈസ മേടിക്കാൻ മാത്രം മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരല്ല ഞങ്ങൾ. ബേസിക്കലി നമ്മൾ ഓരോന്നിനകത്തും ഒരു എലമെൻറ്റ്, ഇപ്പം എല്ലാ വീടുകളിലും, ഇപ്പം ബജറ്റ് വീട് തൊട്ട് എല്ലാ വീട്ടിലും എല്ലാവരും ഒരു ആവശ്യമാണ് ബേ വിൻഡോ.
ജനൽ പടിയിൽ ഇരിക്കാൻ പറ്റുന്ന ജനൽ. അതെ അതെ അതെ, എല്ലാവരും റീല് കണ്ട് ഇഷ്ടംപോലെ റീല് ഷെയർ ചെയ്ത് ഇഷ്ടമാണ്. പക്ഷെ നമുക്കിപ്പോൾ എത്ര സമയം അവിടെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത സാധനം. അല്ല, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബേ വിൻഡോയ്ക്ക് പകരം ഇപ്പോൾ നോർമൽ ജനൽ ചെയ്തിട്ട് അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കബോർഡ് ചെയ്യാം. കബോർഡിൻ്റെ മുകളിൽ ഒരു കുഷ്യനിങ് കൊടുത്താൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ബേ വിൻഡോ. ആ സമയത്ത് വേണേൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തും ബേ വിൻഡോ ചെയ്യാം. രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസമാണ്. അപ്പം ഈ പ്രോപ്പറായിട്ട് ക്വാണ്ടിറ്റി സർവേ നടത്താതെ എന്ത് സാധനം ചെയ്തിട്ടും കാര്യം ഒന്നും വേണ്ട. ഒരു സദ്യ, ഒരു കല്യാണത്തിൻ്റെ സദ്യക്ക് 1000 പേർക്ക് സദ്യ ഉണ്ടാകുന്നു. 1000 പേർക്ക് സ്ഥിരം സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 1000 പേർക്ക് വേണ്ട സാധനത്തിൻ്റെ അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് പറയാം. പക്ഷെ അന്നത്തെ പച്ചക്കറിയുടെ റേറ്റ് പുള്ളിക്കറിയാമോ? പിന്നെ വിഭവങ്ങൾ മാറും, ഇത് മാറും. പക്ഷേ കട്ട് ഓഫ് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും ഒരു മെനു കാണും, ഇന്ന പ്രൊഡക്ട്സിനാണ് ഇന്ന പ്രൈസിങ് വരുന്നത്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ആൾക്കാരെല്ലാവരും വിളിക്കും, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് ചാർജ് എത്ര, തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുക, സ്ക്വയർ ഫീറ്റ് ചാർജ് എത്ര നിങ്ങളുടെ. ചില വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പരസ്യം കണ്ട് ഞാൻ ബേസിക്കലി നമ്മൾ ചെയ്തേക്കുന്ന പഴയ വർക്കിൽ ഈ 7 ലക്ഷത്തിൻ്റെയൊക്കെ വീടുകളുടെയൊക്കെ ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പരസ്യം കണ്ട് ഞാൻ പെയ്ഡ് ഇപ്പം എൻ്റെ വർക്കുകളിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻസ് അങ്ങനെ ചെയ്തിട്ട് കണ്ടന്റുകൾ അടിക്കുക എന്നുള്ളൊരു തോട്ടല്ല എനിക്കുള്ളത്. ഇപ്പം എൻ്റെ വീട് ഇപ്പം മാതൃഭൂമി എൻ്റെ വീട് അല്ല മാതൃഭൂമി എൻ്റെ വീട് പദ്ധതിയുടെ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. മനോരമ വീടെന്നുള്ള യൂട്യൂബ് ചാനലിൽ കണ്ടൻറ്റ് വരുന്നു. പിന്നെ ആദ്യത്തെ ലെവലിലൊക്കെ കണ്ടൻറ്റുകൾ വന്ന സമയത്തേക്ക് നമ്മൾ കണ്ടൻറ്റുകൾ കൊടുത്തേക്കുന്ന ചാനലുകാർക്ക് അവർക്ക് നന്നായിട്ട് റീച്ച് കിട്ടി. അപ്പോൾ എന്നോട് എപ്പോഴും പലരും ചോദിക്കും, നിൻ്റെ ചാനലിൻ്റെ പേരെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ചാനലില്ല. പല ചാനലുകളിൽ എൻ്റെ വീഡിയോ ഉണ്ട്. എൻ്റെ പേര് പക്ഷേ അടിച്ചു നോക്കിക്കോളും, ഏതൊക്കെ ചാനലിലുണ്ടെന്നുള്ളത് കാണാം. ആർക്കിടെക്ട് നന്ദു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പ്രൊഫഷനിലും അങ്ങനെ ഒരു പബ്ലിക് പേഴ്സണാലിറ്റി ഉള്ളത് നല്ലതാണ്. ബിക്കോസ് ഇപ്പം നന്ദുവിന് എവിടെയും പോയിട്ട് എന്നെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പറയേണ്ടി വരത്തില്ലല്ലോ, ബിക്കോസ് യുവർ വർക്ക് ഈസ് ടോക്കിംഗ് ഫോർ യു. അതെ, കാരണം അത് ഭയങ്കര വലിയ കാര്യം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യ കാലത്തൊക്കെ ഒരു വർക്കാരിന് തരുമെന്ന് ചോദിച്ചാൽ ഇപ്പം എന്നെ ചിലരുണ്ട്, ചില കോൾസിലെ ക്ലയൻസ് നമ്മൾ വിളിക്കുന്ന സമയത്തേക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ക്ലയൻറ്റിനെ കണ്ടു, ട്രിവാൻഡ്രത്ത് ഒരു മേഡം, പേരും പറയാം, ഷീല എന്ന് പറയുന്നൊരു മേഡം. പുള്ളിക്കാരി എൻ്റെ സൂപ്പർ സീനിയർ മീൻസ് എൻ്റെ തൊട്ട് സീനിയർ ബാച്ച് ആയിട്ടുള്ള അൽക്ക എന്ന് പറയുന്ന ചേച്ചി ഉണ്ടായിരുന്നു, കായംകുളം സെൻട്രൽ സ്കൂളിൽ പഠിച്ച്. ആ ചേച്ചിയുടെ റിലേറ്റീവാണ് അവർ. എനിക്ക് സൈറ്റ് വിസിറ്റിനുള്ള പേയ്മെൻറ്റും എല്ലാം അയച്ചു തന്നിട്ടും വെയിറ്റ് ചെയ്യാം. ഞാനപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ട്, കൺസൾട്ടൻറ്റിനെ ഞാൻ അവിടെ വിട്ടു, സൈറ്റ് ഞാൻ കാണിച്ചു. സൈറ്റ് കാണിച്ച സമയത്ത് ഇവർക്ക് പണിയണ്ട, ചിങ്ങമാസത്തിൽ കല്ലിടണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ എൻ്റെ ഇവിടുത്തെ തിരക്കാണ്, എനിക്ക് ഫിസിക്കലി അവിടെ പോകാൻ പറ്റിയില്ല. ഈവൻ സൈറ്റിൻ്റെ സർവേ ഡോക്യുമെൻ്റ് ഉണ്ട്, സർവേ പ്ലാൻസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യം പറ്റും. പക്ഷേ അവർക്ക് എന്നെ കാണണം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെല്ലുന്നത്, ഇതിപ്പം കന്നിമാസം കഴിഞ്ഞെടുത്ത തുലാമാസം ആദ്യം കല്ലിടണം, നമുക്ക് വർക്ക് ചെയ്യണം, നന്ദു തന്നെ ചെയ്യണം. ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്ന അവർ വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ പണിക്കാരെ കൊണ്ട് വരുന്ന പല പ്രോബ്ലംസും നമ്മൾ പലയിടത്തും അഡ്രസ്സ് ചെയ്യും. ചിലയിടത്ത് ഞാൻ പറഞ്ഞത് ഫിസിക്കലി നമ്മളൊരു വർക്ക് കമ്മിറ്റ് ചെയ്താലും നമ്മൾ കൊടുക്കുന്ന ലേബേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്ക് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വി വില്ലിങ്. ലാസ്റ്റ് ഡേ താക്കോല് കൊടുക്കുന്ന സമയം വരെ ആ സൈറ്റിൻ്റെ കൺട്രോൾ നമ്മുടെ അടുത്തായിരിക്കും. സോ വി ഹാവ് ദ റൈറ്റ് ടു ഡു. ഇപ്പം ഒരു എറർ സംഭവിച്ചു, എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. ബിക്കോസ് വി ആർ ഓൾസോ ഡൂയിങ് റെനോവേഷൻസ്. പഴയ വീടുകളെ പുതിയ ഗെറ്റപ്പിലാക്കുന്നതും പഴയ വീടുകൾക്ക് പ്രോബ്ലം. പക്ഷേ ഇതൊരു പുതിയ വീടല്ലേ നിങ്ങൾ പണിതത്, അവിടെ നിങ്ങളെന്താ ശ്രദ്ധിക്കാൻ ഞാൻ നോക്കുക. ഒരിക്കലും അശ്രദ്ധയുടെ മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്കിപ്പം ക്ലൈമറ്റിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ചിലത് ചെയ്തു വരുമ്പോഴല്ലേ പിന്നെ ചിലർ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇത് പൊളിക്കും. ഒരിടത്തുനിന്ന് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റണം, അത് പൊളിച്ച് മാറ്റണം, എന്നിട്ട് വീണ്ടും ചെയ്യണം. പ്ലാൻ വരച്ച സ്കെയിലും പ്രപ്പോർഷനും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നടന്നു നോക്കിയപ്പോൾ റൂം ചെറുതാ, റൂം വലുതാക്കണം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. മനസ്സിലായി. ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെയാ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് റാപ്പിഡ് ഫയർ പോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അബൌട്ട് ആർക്കിടെക്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 30 സെക്കൻഡിൽ, അല്ലെങ്കിൽ 30 സെക്കൻഡ് ഇവിടെ വേണ്ട, സമയം വേണ്ട, ഒരു മിത്ത് കേരളത്തിലെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കേരളത്തിലെ വാക്ക് കിട്ടുന്നില്ല എന്നൊക്കെ, ആർക്കിടെക്ട്സിനെ കുറിച്ചുള്ള ഒരു മിത്ത് നന്ദുവിന് തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും? അത് ബ്രേക്ക് ചെയ്യണം, മിത്ത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മിത്ത് ഏതായിരിക്കും?
ആർക്കിടെക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളത്. വെരി ഗുഡ്. കാരണം ആർക്കിടെക്ട്സ് എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെങ്കിൽ അതുകൊണ്ട് കസ്റ്റമർക്ക് എത്ര രൂപ കുറയും എന്നുള്ളതിനെ പറ്റി അവർ ആലോചിക്കുന്നത്. വി ആർ ദ പ്രൊഫഷണൽസ് ഇൻ ഡൂയിങ് ദാറ്റ് പ്രൊഫഷൻ. അതെ, ആ ആർക്കിടെക്റ്റിന് കൊടുക്കുന്ന പൈസ കൊണ്ട് മുന്നോട്ട് കൊടുക്കാനിരുന്ന പൈസകളിൽ നിന്ന് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ട്സ് ഒരു സ്മോൾ ട്രിക്ക് വളരെ ചെറിയൊരു വീടിനെ പോലും കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്ക് എന്തായിരിക്കും? വാൾസിൽ മിറേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ. ആണോ? പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂം ഡബിൾ ആയിട്ട് തോന്നത്തില്ലേ? ഇപ്പോൾ ഒരു കണ്ണാടി എടുത്തിട്ട് നമ്മളൊരു വാളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ണാടിയിൽ കാണുന്ന റിഫ്ലക്ഷൻ കിടക്കുക. ടൈൽസ് അതേപോലെ ഡബിളിംഗ് ആണ്, ജനൽ കാണുന്ന ഡബിളിംഗ് ആണ്, എല്ലാ സാധനവും വലുതായിട്ട് തോന്നും. നല്ലൊരു ട്രിക്കായിരുന്നു. ആളുകളുടെ ഒരു വിചാരമുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അതിനോട് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതെങ്ങനെയാണ് ക്ലയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിംഗിൾ പോയിന്റ് എന്തായിരിക്കും? അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇപ്പൊ നമുക്ക് ആ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ 7 ലക്ഷത്തിന് പണിയുന്നു. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്തു എന്നായിരിക്കും വിചാരിക്കുന്നത്. അതായത് പണിഞ്ഞ വീടിന് എത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ടാകും, ഇത് വിശ്വസിച്ച് കിടന്നുറങ്ങാൻ പറ്റും, അങ്ങനത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ നമ്മൾ പൊതുവെ കിട്ടുന്നത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അത് നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെയാണോ ഉള്ള പ്രൊഡക്ട്സിനെ വെച്ചിട്ട് നന്നായി ബിൽഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് ടു എ ക്ലയൻറ്റ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റി പറയേണ്ടത് 2021 പണിത് 7 ലക്ഷത്തിൻ്റെ വീട് ഇപ്പോഴും അവിടെ ഉണ്ട്. അത് കൊള്ളായിരുന്നു. അതായത് നമ്മൾ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടുകളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പൂനെ, മിഡ് ഇന്ത്യ ആ ഒരു ഭാഗത്ത് പോയാലും കൂടുതൽ ഫ്ലാറ്റുകളൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും വീട് തന്നെ വേണമെന്ന്, അപ്പാർട്ട് ഫ്രം ഫ്ലാറ്റ്. മാത്രമല്ല വലിയ വീടുകൾ. പക്ഷേ അങ്ങനെ വലിയ വീടുകൾ പണിയുമ്പോൾ മലയാളികൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ പോയിട്ട് പറ്റുന്നൊരു അബദ്ധങ്ങൾ, ലൈക്ക് മേ ബി ചില ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് അത് അവർക്ക് ആവശ്യം പോലും കാണില്ലായിരിക്കും. അങ്ങനെ ഒരു കോമൺ ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? ഇൻ്റർനെറ്റിൽ നിന്ന് പ്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഒരു റൂം മാത്രം മാറ്റിയിട്ട് വീട് പണിയും. വർക്കിംഗ് ഡ്രോയിങ് ഇല്ലാതെ വീട് പണിയും. വർക്കിംഗ് ഡ്രോയിങ് ഇല്ലാന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പ്ലാനും സെക്ഷൻസും എലിവേഷൻസും ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ള അറിയത്തില്ല. ആൾക്കാരെല്ലാവരും വിളിക്കുന്നു. കുറേ ആൾക്കാർ എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിക്കും, ഒരു പ്ലാൻ വരയ്ക്കാനും ഫ്രണ്ട് എലിവേഷൻ ചെയ്യാനും നിങ്ങളുടെ റേറ്റ് എത്ര? ഈ പ്ലാന് ഫ്രണ്ട് എലിവേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ പ്ലാനിനകത്ത് നമ്മളിപ്പോൾ ഒരു സൺഷെയ്ഡ് ജനലിൻ്റെ പുറത്തേക്കുള്ള ഷെയ്ഡിൻ്റെ അളവ് 60 സെൻറ്റിമീറ്റർ കൊടുത്തു. 3D വിഷ്വലിനകത്ത് ഞാൻ 90 കൊടുത്തേക്കുന്നതെന്ന് വെച്ചു. 60 പക്ഷേ 3Dക്കകത്ത് ഞാൻ 90 കൊടുത്തേക്കുന്നത്. അവിടെ തട്ടടിക്കുന്ന ചേട്ടനോട് ഇത് സൈറ്റിൽ പോയിട്ട് ആര് പറഞ്ഞു കൊടുക്കും 90 സെൻറ്റിക്ക് തട്ടടിച്ചാലേ 3D പോലെ ഇരിക്കത്തുള്ളൂ? ചേട്ടൻ 60 അടിച്ചു വെക്കും. കാരണം ചേട്ടൻ പഴയ വീടുകളിലെല്ലാം 60 അടിച്ചേക്കുന്നത്. ശരിയാ. സോ അതൊരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഗുഡ്. ഇപ്പം നമ്മൾ കുറച്ച് സൊല്യൂഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ലോൺസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അപ്പോൾ നമ്മളുടെ ഇപ്പം കുറച്ചുള്ള ഹൗസിംഗ് ക്രൈസിസ്, കേരളത്തിൽ അനുഭവിക്കുന്ന ഹൗസിംഗ് ക്രൈസിസ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അതിലൊരു സൊല്യൂഷൻ്റെ ഭാഗമാകാൻ നന്ദുവിന് സാധിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് എൻ്റെ ഒരു ആഗ്രഹം കൂടെയാണ്. ഞാനിപ്പം എന്നോട് ചോദിച്ചില്ലേ, ഇപ്പം പൈസ അല്ലൊരു ബിസിനസ് മോഡൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന പൈസയിൽ ഒരു ഭാഗം മാറ്റിയിട്ട് മിനിമം ഒരു 1000 പേർക്ക് വീടില്ലാത്തവർക്ക് വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കണം. ഇറ്റ്സ് ക്ലിയർ. വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കണം. വീട് മാത്രം വെച്ച് കൊടുക്കുന്നത്, വസ്തു നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ വീട് വെച്ച് തരാമെന്ന് പറയുന്ന വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കണം. പിന്നെ ഈ പറയുന്നത് തന്നെ ഇപ്പം കേരളത്തിലിപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീംസ് ഉണ്ട്. അതേപോലെ ഞാൻ പല MLA-മാരുടെ പ്രൊജക്ട്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, MP-മാരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫിലിം സ്റ്റാറുകളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ചില ഈ നമ്മുടെ ട്രസ്റ്റുകളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ബേസിക്കലി ഇവർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ബ്രാൻഡ്സിനെ ഞാൻ എടുത്ത് പറയുന്നില്ല. CSR ഫണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊരു ബജറ്റ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇവരൊരു പ്രിൻസിപ്പിളും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ ഒരാൾ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ആ 4 ലക്ഷം രൂപ കൊടുത്തിട്ട് അവർക്ക്
ഈ 4 ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് ഒരു ആർക്കിടെക്റ്റിനെയോ ഹയർ ചെയ്ത് അവർക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കി ദിസ് ഇസ് ഡെമോ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കാം. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ലൈഫിൻ്റെ സ്കീം 450 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ, ഇപ്പം എനിക്കൊന്ന് 6 ലക്ഷം രൂപ മറ്റോ ബജറ്റ് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് പഠനമുറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. കാറ്റഗറി വൈസ് ആണെന്ന് തോന്നുന്നു, ബ്ലോക്കിൽ നിന്ന് അത് അനുവദിക്കും. അപ്പോൾ പലരും ഇത് കൊടുക്കുന്നത് ഇതിനൊന്നും ഒരു പ്രോപ്പർ ഡിസൈൻസ് ഇല്ല. അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്നത് ആർക്കിടെക്ട്സ് അല്ല, സിവിൽ എഞ്ചിനീയേഴ്സാണ്. ആൻഡ് ദേ ആർ തിയറട്ടിക്കൽ നോളജ് ആണ് അവർക്ക് കൂടുതലായിട്ട്. 4 വർഷം ബിടെക് പഠിക്കുന്ന സമയത്ത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും അപർണ കമ്പ്യൂട്ടർ സയൻസ് ആട്ടോ, ഓക്കെ. അപ്പം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും ടെക്നിക്കാലിറ്റിയാണ് അവർ കൂടുതൽ പഠിച്ചിട്ട് വരുന്നത്. അവർക്ക് ഡിസൈനിങ് ഇല്ല. ആ സ്ഥാനത്ത് ഞാൻ പറഞ്ഞില്ലേ, ആർക്കിടെക്ട്സ് എന്താണ് ചെയ്യുന്നത്, 5 വർഷം 5 ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ളവരെങ്ങും ഇല്ല, ഡിസൈൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ഹൗസിങ്, ഇപ്പം ഒരു ലൈഫിൻ്റെ വീട് എത്രയോ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു കട്ട് ഓഫ്. പക്ഷേ ഇത് ആരാണ് അതോറിറ്റി? നമ്മളിത് ആരുടെ അടുത്ത് പറയണം? ഒരാളോട് പറയുമ്പോൾ പറയും ഞാനല്ല, മോളിൽ പറയണം. മോളിൽ പറയുമ്പോൾ പറയും ഗവൺമെൻറ് കാണും, MLA കണ്ടു, MP കണ്ടു, ഇനി അതടുത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ കാണുന്നു. ഇതിനകത്തൊന്നും ഒരു കാര്യം. ഞാൻ 2019 ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ഓൺ ആക്കാം. ഞാൻ എൻ്റെ ഒരു തീസിസ് പ്രോജക്റ്റ് ആയിരുന്നു മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ബട്ട് കായംകുളം എന്ന് പറയുന്നത് 2019. ഈ 19 ഞാനവിടെ ഡിസൈൻ ചെയ്തേക്കുന്ന അന്നത്തെ ന്യൂസ് പേപ്പറിൽ, മനോരമ ന്യൂസ് പേപ്പറിലാണെങ്കിലും അവിടുത്തെ ലോക്കൽ ചാനൽസിലാണെങ്കിലും എല്ലാം ഇതിനെപ്പറ്റിയുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു എലിവേറ്റഡ് ഹൈവേ കായംകുളത്ത് പ്രപ്പോസ് ചെയ്യണം. ഇപ്പോൾ NHൻ്റെ പണി നടക്കും. ഐ എം ടോക്കിംഗ് ഇൻ 2025. എലിവേറ്റഡ് ഹൈവേ കായംകുളത്ത് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 2019 ഞാൻ അവിടുത്തെ ഒരു 6 മാസം അവിടെ നടന്ന് ഫീസിബിലിറ്റി നോക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രപ്പോസ് ചെയ്ത് ഡിസൈനും മോഡലും 3D എല്ലാം ഉണ്ട്. ഞാനിത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ കാണിച്ചു തരാം. അപ്പം ആ ഡിസൈനിൽ വെച്ചുകൊണ്ട് ഒരു സൈഡിൽ KSRTC സ്റ്റാൻഡ് വരുന്ന തൊട്ടും അപ്പുറത്തൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിനകത്തൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്ന തൊട്ടൊക്കെ എലിവേറ്റഡ്. റീസെൻ്റായിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടിയും അവിടെ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എലിവേറ്റഡ് ഹൈവേ കായംകുളത്ത് ഇല്ല ഇൻ 2024. എന്താ നാഷണൽ ഹൈവേ എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതിനൊരു ഗ്രൂപ്പ് ചേർന്നിട്ട് ഒരു അസോസിയേഷൻ പോലെ ഫോം ചെയ്തിട്ട് പ്രതിരോധ സമരങ്ങൾ, അത് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ധർണ നടത്തുന്നു. പൊളിറ്റിക്കൽ പാർട്ടികൾ അതിനകത്ത് പൊളിറ്റിക്കൽ മോട്ടീവാണ് ബേസിക്കലി അവിടെ നടക്കുന്നൊരു കാര്യം. എന്നാൽ 2019 ഇങ്ങനൊരു പ്രപ്പോസൽ ചെയ്തേക്കുന്ന എന്നെ ഒരാൾ മാത്രം വിളിച്ചു. ഈ സമര സംഘം എന്നെ വിളിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാനിത് വെറുതെ ചെയ്തതാണ്. എനിക്ക് പറയും മോനെ ഡ്രോയിങ് തരണം, ഈ ഡ്രോയിങ് വേണം. ഞാൻ എന്നിട്ടും അവിടുത്തെ MLAക്ക് കൊടുത്തിട്ട് അത് കേന്ദ്രത്തിലോട്ട് നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലോട്ട് 2023 അത് അയച്ചു കൊടുത്തു. ആ ഡിസൈൻ 2019 കൊടുത്തതാണ്. ഈ സെയിം സാധനത്തിന് ഈ NHAയുടെ ഈ സമരസംഘം വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം എനിക്ക് അവരുടെ കൂട്ടായ്മയുടെ പേര് വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ 2019 ഇത് വെറുതെ വരച്ചതാണ്. ഒരു തീസിസ് BArcന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇയറിലെ പ്രൊജക്റ്റ്. ആർക്കാണോ വേണ്ടത് അത് കൊണ്ടുപോകാം. ബസ് സ്റ്റാൻഡ് വേണ്ടവർക്ക് ബസ് സ്റ്റാൻഡ് കൊണ്ടോ, ഹൈവേ വേണ്ടവർക്ക് ഹൈവേ ഉണ്ടോ, ഇതൊക്കെ ചെയ്യും. അന്ന് ആർക്കും ഇതിന് വാല്യൂ ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ പറയും ഐ ഡിമാൻഡഡ് ആൻ എമൗണ്ട്, ഇത്ര പൈസ മിനിമം ഒരു 50,000 രൂപ 1,00,000 രൂപ ഇങ്ങനെ തന്നാൽ ഐ വിൽ ഗീവ് ദിസ് ഡിസൈൻ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് കേപ്പബിലിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കൊടുക്കണം. പിന്നെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കും അത്രയും നോളജ് ഉണ്ടോ എന്ന് നോക്കണം. അത് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ എലിവേറ്റഡ് ഹൈവേ അല്ല കായംകുളത്തുള്ളതെന്നുള്ളത് ഓൾറെഡി NHAയുടെ സെക്ഷൻ ഡ്രോയിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബിൽഡിങ്ങിൻ്റെ സെക്ഷൻ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ ഡ്രോയിങ്ങിന് അത് മണ്ണ് ഫില്ല് ചെയ്തേക്കുന്ന കാണിച്ചിട്ടുണ്ട്. അവിടെ എലിവേറ്റഡ് ഹൈവേ അല്ലാന്ന്. പക്ഷേ ഇത് ഡ്രോയിങ് റീഡ് ചെയ്യാനുള്ള ബോധമുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയറോ ഓവർസിയറോ അല്ലായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നത്. ഒരാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അത് വായിക്കാൻ അറിയാത്ത ഒരാളാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് സംഭവിച്ച ഒരു ചെറിയ സംഭവം അതിനെ സ്പ്ലിറ്റാക്കി കളഞ്ഞു ആ സ്ഥലത്തെ. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ സിമിലർലി കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഞാൻ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പം ബിജു പ്രഭാകർ IAS പുള്ളിക്കാരനെ എൻ്റെ അടുത്ത് പോയിട്ട് ഈ ഡിസൈൻ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോയിരുന്നു. ബസ് സ്റ്റാൻഡ് തന്നെ റീസെൻ്റായിട്ടാണ് പൊളിച്ചു മാറ്റി. അതിന് ഞാനൊരു വീഡിയോ ചെയ്തു. ബസ് സ്റ്റാൻഡ് പുതിയത് ഇങ്ങനെ പണിയണമെന്ന് വീഡിയോ ചെയ്ത് അതേ ആളായിട്ടുള്ള ഞാൻ 2023 അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പാളികൾ അടന്ന് തലയിൽ വീണ് ഒരാൾക്ക് ഇഞ്ചുറി ആയി. അത് ഞാൻ നേരിട്ട് പോയി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കണ്ടു കഴിഞ്ഞപ്പോൾ
ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നുണ്ട്. അന്നും KSRTC MD ആയിട്ടിരിക്കുന്ന ആളുടെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനന്ന് ചെന്ന സമയത്ത് MDയുടെ അടുത്ത് പോയി ഈ നമ്മുടെ നിയമസഭയിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കായംകുളം MLA ഉണ്ട്. സംസാരിച്ച സമയത്ത് MD പറയുന്നത് വെച്ചാൽ MD പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഈ പയ്യൻ്റെയൊക്കെ ഡിസൈൻ സെൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ നടക്കാനാണ് മേഡത്തിന് സമയം എന്നിട്ട് ഷീറ്റ് ഇങ്ങനെ തട്ടിക്കളയും നോക്കിയിട്ടെങ്കിലും അതേ ഉള്ളൂ. എന്നിട്ട് പറയുന്നത് ഞാനും BTech പഠിച്ചതാണ്, ഞാനും ഇയാളെക്കാട്ടിലും കൂടുതൽ പഠിച്ചു. ഞാൻ പറയും, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. വി ആർ നോട്ട് പൊളിറ്റീഷ്യൻസ് ആയിട്ട് നിൽക്കാം എന്നുള്ളൊരു തോട്ടിലല്ല നിൽക്കുന്നത്. പക്ഷേ കേരളത്തിൽ കൂടുതൽ വിഭാഗം പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് പേരോട് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ സംബന്ധിച്ചാൽ നമ്മൾ നമ്മുടെ ടൈമും എനർജി എഫേർട്ടും നമ്മളവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് വാല്യൂയിങ് ഇറ്റ്. നമ്മൾ അവരുടെ ഹൈപ്പിനെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ മെറിറ്റ് ഉള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അവരെക്കാട്ടിലും കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ ടീം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ വി ക്യാൻ ഡെലിവർ ഹോംസ്, ഷെൽട്ടേഴ്സ്. അപ്പം ഞാനതുകൊണ്ട് ഞാൻ ആ തോട്ട് പ്രോസസ്സേ മാറ്റി ഞാൻ അങ്ങനത്തെ പ്രൊജക്ട്സ് ഞാൻ അസോസിയേറ്റ് ചെയ്യാതായി. ഇപ്പം ലാസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഇപ്പം ഒരു അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ കായംകുളത്ത് MSM കോളേജിൽ അവിടെ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി യൂണിയൻ ഒരു വീട് സഹപാഠിക്കൊരു ഭവനം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അത് അന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ കല്ലിടിയിൽ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റ് മാത്രം ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം കട്ട് ഷോട്ട്. യു ഹാവ് എ ഗ്രേറ്റ് വിഷൻ. നന്നായിട്ട് വരട്ടെ. അതായത് ഞാൻ നേരത്തെ ചോദിച്ചു, പക്ഷേ ഈ ബഡ്ജറ്റ് ഉള്ളവർക്ക് എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള വീട് തന്നെ വേണം എന്ന് പറയുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ബഡ്ജറ്റ് കുറവുള്ളവർക്ക് പക്ഷേ എന്നാൽ അഫോർഡബിൾ ആയിരിക്കണം, പക്ഷേ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിരിക്കണം. അത് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി. അടിപൊളി, കൊള്ളാം. ഡ്രീം ക്ലയൻറ്റ് എന്ന് വെച്ചാൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം, അല്ലെ ഇന്ന ആൾക്ക് വേണ്ടി എനിക്കൊരു എന്താ പറയുക വീട് വെക്കണം, ഇന്ന ആളുടെ വീട് എനിക്ക് വെക്കണം, അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ഡ്രീം ക്ലയൻറ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇന്ന ആളുടെ ചെയ്യണമെന്ന് അങ്ങനൊന്നുമില്ല. എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വന്നാലും 50 കോടിക്ക് വെച്ചാൽ 500 കോടിക്ക് വീട് വെക്കാൻ വന്നാലും അവർക്ക് എന്താണ് എൻ്റെ സൈഡിൽ നിന്ന് ബെസ്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ന ക്ലയൻറ്റിൻ്റെ എന്നുള്ളൊരു തോട്ടമൊന്നും എനിക്കില്ല. കേരള സ്റ്റൈൽ, അതായത് നമ്മുടെ 4 കെട്ട് അങ്ങനത്തെ വീടുകളാണോ, അതോ കുറച്ചുകൂടി ഇപ്പോഴത്തെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ അഡാപ്റ്റേഷനുള്ള വീടുകളാണോ കൂടുതൽ? ഞാൻ കൂടുതലും ട്രഡീഷണലാണ് ഇഷ്ടപ്പെടുന്നത്. ഇടയ്ക്കൊരു സമയത്ത് ഞാൻ ചെയ്യുന്ന വീടുകളിലെല്ലാം എവിടെയെങ്കിലും ഒരു പോർഷനിലെങ്കിലും ഓട്, ഞാൻ പഴയ ഓട് കളക്ട് ചെയ്ത് വെക്കുന്നത് എനിക്കൊരു ഹോബിയാണ്. എനിക്ക് എവിടെ പഴയ വീട്, ഇപ്പോൾ നാട്ടിലൊക്കെ വീടുകൾ പൊളിക്കുന്ന സമയത്ത് ഞാൻ പഴയ ഓട് കണ്ടാൽ ഞാൻ അഡ്വാൻസ് ചെയ്ത് ഞാൻ മേടിച്ചു വെക്കും എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാൻ. ഇപ്പം ഞാൻ അങ്ങനത്തെ പ്രൊജക്ട്സ്, പഴയ പ്രൊജക്റ്റുകൾ ചെയ്യുക, ഓടുകൾ. കാരണം ബിക്കോസ് നമ്മുടെ ക്ലൈമറ്റിന് അതാണ് നല്ലത്. മഴ ഇപ്പം നോക്കിക്കേ, ഇപ്പം നേരത്തെ നമ്മൾ പറയും മാസങ്ങളനുസരിച്ച് നമ്മൾ മഴ പറയും. ഇപ്പം ജൂൺ മഴയാണ്, ജൂലൈ മഴയാണ്, ഓഗസ്റ്റ് മഴ, ഇതാണ് സെപ്റ്റംബർ മഴയാണ്, ഒക്ടോബറിൽ മഴയായിരിക്കാം. കാര്യം തുലാവർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം ക്ലൈമറ്റ് ഫുൾ മാറി. ബേസിക് സംഭവം എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ഉള്ള എല്ലാ മരങ്ങളും ഈ പ്ലൈവുഡ് കമ്പനിക്കാർ വെട്ടിയെടുത്തിട്ട് ഈ ക്ലൈമറ്റ് ആകെപ്പാട് സീനാണ്. അതാണ്. പിന്നെ സിനിമയിൽ വരണം എന്നായിരുന്നല്ലോ ആഗ്രഹം എന്ന്, പക്ഷേ ഇതിലായി വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ സ്റ്റിൽ നമ്മുടെ റോഷാക്കിൽ വർക്ക് ചെയ്തു, അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇനി സിനിമകളായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു, അതൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പം ഇല്ല, എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ എൻഡിൽ ചോദിക്കാമെന്ന് വിചാരിച്ചിരുന്ന, സിനിമ കാണുമ്പം ഇങ്ങനെ ഓരോ സീനുകൾ കാണുമ്പോൾ സെറ്റാണ്, അത് സെറ്റാണ്, ഇത് സെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഈ സാധാരണക്കാർ, അതായത് ഇപ്പോൾ സാധാരണ ഓഡിയൻസ്, ആർക്കിടെക്റ്റ് അല്ലാത്തവർ ഡിസ്കവർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു സെറ്റ് ഉണ്ടോ? കാണുമ്പോൾ അത് സെറ്റാണ് എന്ന് അവർ ഡിസ്കവർ ചെയ്യാത്തത്. ഇപ്പോൾ ഈ റോഷാക്കിലുള്ളത് സെറ്റാണെന്ന് കുറേ പേർ, എനിക്കൊന്ന് റോഷാക്കിലുള്ളത് കുറേ പേർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ റോഷാക്കിൽ ചെയ്ത സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തു. പിന്നെ അതിനുശേഷം ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സ് അതേപോലെ തന്നെ മേക്കിംഗ് വീഡിയോസ് ആയി തുടങ്ങി. ഞാൻ ഒരുപാട് കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. പക്ഷേ വീടിൻ്റെ ഹോം ടൂർ പോലെ ഈ 7 lakhൻ്റെ വീടൊക്കെ ഫസ്റ്റ്
ആദ്യത്തെ ബിഗിനിങ് സ്റ്റേജസാണ്. അപ്പം അതേപോലെ തന്നെ ആയിരുന്നു വീടുകൾ ചെയ്യുന്ന സമയത്തും ഉള്ളത്. പിന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ തന്നെ സിനിമയ്ക്കകത്ത് സെറ്റിൻ്റെ വർക്കാണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പം എടുത്ത് പറയാൻ ഡിസ്കവർ ചെയ്ത ആളുകൾ ഡിസ്കവർ ചെയ്യാത്ത ഏതെങ്കിലും സെറ്റ് ഉണ്ടോ? എനിക്ക് അങ്ങനെ പറയാൻ അല്ല, എനിക്കിപ്പം ആൾക്കാരത് ഡിസ്കവർ ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ചില സ്ഥലങ്ങളല്ല ചില സീൻസ് നമുക്ക് ഏതെങ്കിലും ഒക്കെ കുറച്ച് എക്സാമ്പിൾ ചിലപ്പോൾ എനിക്കറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലായിരിക്കും അല്ലേ? പെട്ടെന്ന് അങ്ങനെ ഒരു ഇപ്പം ഞാൻ പറയാം, എൻ്റെ അടുത്ത സുഹൃത്താണ് നിമേഷ് സാനൂർ, ആ ഡയറക്ടർ. അദ്ദേഹം ചെയ്ത് നമ്മൾ പവി കെയർ ടേക്കർ ദിലീപേട്ടൻ്റെ പടമില്ലേ, അതിൻ്റെ ആ വീടിൻ്റെ മുകളിലത്തെ ഫ്ലോർ സെറ്റാണ്. സ്റ്റെയർ കേസ് കയറി പോയിട്ട് മുകളിലോട്ട് അത് ആള് ചെയ്തേക്കുന്ന കുറെ വർക്കുകൾ സെറ്റിൻ്റെ വർക്കുകളുണ്ട്. അതേപോലെ അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല. ബേസിക്കലി അത് പ്ലൈവുഡാണ്, അത് പെയിൻറ് ചെയ്യുന്നു, അത് ഡെൽ ചെയ്യുന്നു, അത് ഫിനിഷ് ചെയ്യുന്നു. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ആക്ടാണ്. പിന്നില്ലേ ഈ അമേരിക്കയിലൊക്കെ കൂടുതലും വാൾസ് വരുന്നത് സിമെന്റ് വാൾ ആയിരിക്കില്ലല്ലോ, അവർക്ക് മറ്റേ ഇങ്ങനെ പ്ലൈവുഡ് ഇങ്ങനെ തുളഞ്ഞു പോകുന്ന സാധനങ്ങളായിരിക്കത്തില്ലേ? കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ സീരീസിലും സിനിമയിലും ഒക്കെ അമേരിക്കൻ സിനിമകളിലൊക്കെ സെറ്റുകളല്ല, ഇപ്പൊ അവരുടെ വീടുകൾ പോർട്രേ ചെയ്യുന്നത് തന്നെ അങ്ങനത്തെ അല്ലേ, ഇങ്ങനെ കാർഡ്ബോർഡ് പോലത്തെ ഒരു സാധനമല്ലേ വരുന്നത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടില് പണിയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ പണിയാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ മാത്രമല്ല, ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ ഒരുപാട് വീടുകളുടെ മുകളിൽ റൂഫിംഗ് ഷീറ്റുകൾ ചെയ്യാറുണ്ട്. അത് നോർമൽ GI റൂഫിംഗ് ഷീറ്റുകളാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ സാൻഡ്വിച്ച് ഷീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ മുകളിൽ റൂഫിംഗ് ഷീറ്റ് തന്നെ ഇടയ്ക്കൊരു സ്പോഞ്ച് പോലെ ഒരെണ്ണം, താഴെ ഒരു PVC സീലിംഗ് വരുന്നു. അത് ചൂട് കട്ട് ചെയ്യും, സൗണ്ട് പ്രൂഫാണ്. ഇപ്പം ഷീറ്റിൻ്റെ പുറത്ത് മഴ പെയ്യുന്ന സമയത്തുള്ള ശബ്ദം ഇല്ല, അത് ബഫർ ആവുന്നു, ചൂടും കുറയ്ക്കുന്നുണ്ട്. അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ കണ്ടെയ്നേഴ്സ് എടുത്തിട്ട് പലരും എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടെയ്നർ ഹോംസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാം, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ പ്രൊജക്ട്സിലും, എൻ്റെ അസോസിയേറ്റ്സ് ആണെങ്കിലും എൻ്റെ ജൂനിയർ ആർക്കിടെക്ട്സ് ആണെങ്കിലും എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ, നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ പ്രായോഗികത, എനിക്ക് അതൊരു ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പം വേൾഡ് ഫേമസ് ആർക്കിടെക്ട്സും സീനിയർ ആർക്കിടെക്ട്സും പലരും ചെയ്യുന്ന പല പ്രൊജക്ട്സും ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഞാൻ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഹൗസ് വാമിങ്ങിന് അന്നത്തെ ഒരു മേക്കിംഗ് വീഡിയോ ഇടുന്നതുകൊണ്ട് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്. ഞാൻ ഇനി ആ 7 lakhൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടിരിക്കും. ആക്ച്വലി ആഫ്റ്റർ 4 years ഇത് വിടാറായില്ലേടെ എന്ന് പലരും ചോദിക്കുകയായിരിക്കും. പക്ഷേ ഈവൻ ദോ ബിക്കോസ് നമ്മൾ ആ ചെയ്ത പ്രൊജക്റ്റ് ആഫ്റ്റർ 4 years, ഇപ്പം ഇതേപോലെ ബഞ്ച് ഓഫ് പ്രൊജക്ട്സ് എനിക്കിപ്പോൾ കാണിക്കാനുണ്ട്. കാരണം പ്രാക്ടീസ് ചെയ്ത് അന്നൊക്കെ തുടക്ക സമയത്ത് വേറെ ഒന്നും പറയാനില്ല. വേറൊരാളുടെ പ്രൊജക്റ്റ് പോയി കാണിച്ചിട്ടും കാര്യമില്ല. വേറൊരു ആർക്കിടെക്ട്, പലരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേറൊരാളുടെ പ്രൊജക്റ്റ് കാണിക്കുന്നു, വേറൊരാളുടെ സാധനം കാണിക്കുന്നു, ആൾക്കാർ അറ്റൻഷൻ പിടിക്കുന്നു, അതിനിടയ്ക്കൂടെ പുള്ളിയുടെ കച്ചവടം നടത്തുന്നു. അങ്ങനത്തെ പരിപാടിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. കാരണം ഒരു ആർക്കിടെക്റ്റിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഡിസൈൻ. ഇത് പലർക്കും അറിയത്തില്ല. ശരിയാണ്. കാരണം ആ ക്രിയേറ്റീവ് സാധനം ഇപ്പം സിനിമ ചെയ്യുന്ന സമയത്ത് പിന്നെ തോട്ട് പ്രോസസ് വിൽ ബി സിമിലർ. ഒരുപാട് പേര് സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല വിവാദങ്ങളും നടക്കും. ഇതെൻ്റെ കഥയാണ്, ബിക്കോസ് വി ആർ തിങ്കിങ് ഈ ഒരു കഥ എൻ്റെ തലയിൽ മാത്രമേ വരത്തുള്ളൂ, ഈ സിമിലർ 1 line എൻ്റെ തലയിൽ മാത്രമേ വരത്തുള്ളൂ. അല്ലെ എവിടെയെങ്കിലും കേട്ടിറങ്ങി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിലിം കണ്ട് ഇൻസ്പയർ ആയിട്ട് വന്നേക്കുന്നൊരു തോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വാസ് ഓക്കെ. ശരിയാണ്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്തോ ആയിട്ടുണ്ട്. പക്ഷേ ഓൺ ആൻ എൻഡിങ് നോട്ട് ഐ വോണ്ട് ടു ആസ്ക് ഹൂ അല്ലെങ്കിൽ വാട്ട് ഇൻസ്പയർസ് യു ദ മോസ്റ്റ്, ആൻഡ് ജീവിതത്തിൽ ഏറ്റവും അധികം ടേണിംഗ് പോയിൻ്റായി അല്ലെങ്കിൽ ദിസ് ചേഞ്ച് മൈ പെർസ്പെക്റ്റീവ് എന്ന് തോന്നുന്ന ഒരു ബുക്കാവാം, വ്യക്തിയാകാം, ഒരു മൊമെൻ്റ് ആവാം, എന്തും ആകാം. എന്തായിരിക്കും? ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ 1-2 സിനാരിയോസ് പോയ സമയത്തേക്ക് പേരൻസിന് തന്നെയാണ്, അച്ഛനും അമ്മയുടെയും കാര്യം തന്നെയാണ് പറയാനുള്ളത്. ബിക്കോസ് അത് പറയുകയെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇൻ ദ സെൻസ് ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അതിനകത്ത് അവർ മാത്രമേ കാണത്തുള്ളൂ. അതെല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. പിന്നെ ഞാൻ എല്ലാ ബിഗിനേഴ്സായിട്ട് വരുന്നവരും ഓൺട്രപ്രണേഴ്സായിട്ട് വരുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യത്തിലുള്ളൂ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുക, അല്ലാതെ നമ്മൾ കോടീശ്വരനാവുക, അതിലൊന്നും അല്ല കാര്യം. അത് സംഭവിക്കാനുള്ളതാണ് സംഭവിക്കും. പക്ഷെ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഡു സംതിങ് ഫോർ ദം. അവർ ഹാപ്പി ആയിട്ടിരിക്കുക, അവർ സേഫ് ആയിട്ടിരിക്കുക, അല്ലാതെ
ഞാൻ കരയിപ്പിച്ചു വിട്ടല്ലോ. അത്രേ ഉള്ളൂ. അത് ആനന്ദ കണ്ണീരായിട്ട് ഞാൻ എടുക്കുന്നു. പക്ഷേ അവർ ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യം. ആൻഡ് യു ആർ എ വെരി ജെന്വിൻ പേഴ്സൺ. ഇനി വരുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സ് എല്ലാം നന്നായിട്ട് വരട്ടെ. കരയാതെ. ഇത് കട്ട് ചെയ്തിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷനിൽ കൂടെ പോകും. ഫൈനാൻഷ്യൽസ് ആയിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പിനകത്തുള്ളതായിരിക്കും, ബിസിനസ്സിനകത്തുള്ളതായിരിക്കും. നമുക്ക് വീട്ടിൽ പോയി പറയാൻ പറ്റുന്ന രണ്ടുപേരും അവരേ ഉള്ളൂ. അത് എല്ലാവരും ഇപ്പം എൻ്റെ മാത്രം കേസസ് അല്ല. പക്ഷെ നമ്മൾ പലരും ഇപ്പം ഈ കൊച്ചിലെ തൊട്ട് പൈസ കണ്ട് വളർന്നേക്കുന്ന മക്കളുണ്ട്. പൈസ ഇല്ലാതെ പേരൻസിന് സൈഡിൽ ക്രൈസിസ് ഉള്ള ആൾക്കാർ. ചിലർക്ക് ഇപ്പം എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില പേരൻസിന് ഇപ്പം അച്ഛൻ വിദേശത്ത് വർക്ക് ചെയ്യുന്നു, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം എനിക്ക് തന്നു, എനിക്ക് ഇന്നൊരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം പേരൻസ് ടേക്ക് കെയർ ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ അതെന്താണ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത അവരുടെ ഒരു സിറ്റുവേഷൻ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത്രേ ഉള്ളൂ, അൾട്ടിമേറ്റ്ലി അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കണം. ഞാൻ എന്ത് ചെയ്താലും അവർ പ്രൗഡായിട്ടിരിക്കണം. ദാറ്റ്സ് ഓൺലി തിങ്. അല്ല, നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 18 വയസ്സ് വരെയെങ്കിലും അവർ നോക്കേണ്ടിയായിരിക്കും. ഏത് രീതിയിലാണെങ്കിലും അവർ ആ 18 വയസ്സ് വരെ പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ട്രോമയൊക്കെ കിട്ടിക്കാണും, ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവർ അത്രയും കാലം നോക്കേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. ഐ ടോട്ടലി അഗ്രി വിത്ത് യു. ആൻഡ് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇറ്റ് ഡസൻ മാറ്റർ എന്നെനിക്കും സത്യമായിട്ടും. ആൻഡ് എനിക്ക് കരയിപ്പിച്ച് വിട്ടു, പക്ഷെ എന്നാലും നല്ലൊരു മെസ്സേജാണത്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ പ്രൊജക്ട്സ്. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഇപ്പോൾ 1000 വീട് വെക്കണം എന്നുള്ള സ്വപ്നങ്ങളും ആഗ്രഹമൊക്കെ നന്നായി വരട്ടെ. ആൻഡ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കാൻ പറ്റട്ടെ. ആൻഡ് ഫ്യൂച്ചർ അല്ലാതെ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെന്നറിയാം. അതെല്ലാം നന്നായിട്ട് വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ.